ഹരേ കൃഷ്ണ. നമ്മളുടെ ഈ ഭഗവത്ഗീത ഓവർവ്യൂ, ഗീത രഹസ്യം എന്ന ഈ സെഷനിലെ 8ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയുടെ ഭക്തിയോഗം എന്ന ഭാഗത്തിലെ 2ാമത്തെ അധ്യായമായ 8ാമത്തെ അധ്യായമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. ഈ ഇടയിലുള്ള 6 അധ്യായങ്ങൾ, 7 മുതലുള്ള അധ്യായങ്ങൾ, അതിൽ 8ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നമ്മളുടെ 8ാമത്തെ ദിവസമാണിന്ന്. 8ാമത്തെ അധ്യായമാണ് ഭഗവത്ഗീതയിൽ നോക്കുന്നത്. നമ്മൾ ഭഗവത്ഗീത ഒന്ന് ഓടിച്ച് നോക്കിപ്പോവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നമ്മൾ ഇതിന് ശേഷം പിന്നീട് ആരംഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ പിന്നീട് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പോലെ കഴിഞ്ഞ ദിവസത്തെ, ഇന്നലെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, മറ്റു ചില എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നുകൊണ്ട് ക്ലാസ് നടത്താൻ സാധിച്ചില്ല. ക്ഷമ യാചിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന് മുൻപത്തെ ദിവസം 7ാമത്തെ അധ്യായത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ചില പോയിന്റുകൾ ആർക്കെങ്കിലും ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ.
എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ പുതിയതായിട്ട് വരുന്നവർക്ക് മുൻഗണനയുണ്ടായിരിക്കുന്നതാണ്. സോ ദയവ് ചെയ്ത് ആരെങ്കിലും മുൻപോട്ട് വന്ന് 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എന്താണെന്നൊന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ സ്വാമിജി. പറഞ്ഞേട്ടെ മാതാജി, പുഷ്പ മാതാജി പറഞ്ഞോട്ടെ. 7th ചാപ്റ്റർ ജ്ഞാന വിജ്ഞാന യോഗം. അതിലെ ഹെഡ് അതാണ് ഹിയറിംഗ്. ഹിയറിംഗ് പറഞ്ഞ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ പറ്റിയിട്ടുള്ള കഥകളും ഭഗവാൻ പറഞ്ഞ കഥകളും കേൾക്കുക. കേൾക്കുന്നത് കൊണ്ട് ജ്ഞാനം കിട്ടുന്നു, അതാണ്. വെരി ഗുഡ്. ഓക്കെ. പിന്നെ എവരിവെയർ, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. ഭഗവാൻ സൃഷ്ടിയുമാണ്, സംഹാരനുമാണ്. ഭഗവാൻ മെയിൻറ്റെയിനറുമാണ്, സുപ്രീമോ ആണ്. ഭഗവാൻ വെള്ളത്തിലെ ടേസ്റ്റും ആണ്, സൂര്യചന്ദ്രനിലെ പ്രകാശനാണ്. ഭഗവാൻ എല്ലാം അറിയുന്നു. പുരുഷന്റെ ശക്തിയും ഭഗവാനാണ്, ഭൂമിയുടെ ഗന്ധവും ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ എല്ലാവിടെയും ഉണ്ട്. പിന്നെ ഉള്ളത് അക്സെപ്റ്റ് ആർ റിജക്ട്. ഭഗവാൻ ആണ് എന്നിട്ട് ഭഗവാനെ നമ്മൾ വിശ്വസിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക, അപ്പൊ നമ്മൾ ഭഗവാനിൽ എത്തും. പിന്നെ ഭൗതിക ആസക്തികളെ റിജക്ട് ചെയ്യുക, അതാണ് അക്സെപ്റ്റ് ആൻഡ് റിജക്ട്. പിന്നെ ഡെമി ഗോഡ്സ്, ദേവി ദേവതന്മാരനെ എങ്ങനെയാ പൂജിക്കുക എന്നിട്ടാണ് ഇതിൽ പറയണത്. അപ്പോ ഭഗവാനാണ് പെർമനന്റ് സൊല്യൂഷൻ തരുന്ന ആള്. അപ്പൊ ഭഗവാനെ വിശ്വസിക്കുക, ഭഗവാനെ വിശ്വസിച്ചിട്ട് ഭഗവാനെ പൂജിക്കുക. പിന്നെ അർപ്പിത മനോഭാവത്തിൽ പൂജിച്ച യജ്ഞരൂപമാകും. യജ്ഞം കൊണ്ട് നമ്മൾ ദൈവത്തിനെ പ്രാപിക്കാൻ പറ്റും. സ്വാമിജി, വളരെ സന്തോഷം, വളരെ സന്തോഷം. വളരെ നന്നായിട്ട് മാതാജി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നല്ലതുപോലെ നോട്ടെല്ലാം എടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പറയാൻ സാധിച്ചത്. വളരെ സന്തോഷം പുഷ്പമാതാജി ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. പുഷ്പമാതാജിയുടെ വീട് എവിടെയാണ്? പാലക്കാട്. പാലക്കാട് എന്നാണ് ജോയിൻ ചെയ്തത് അല്ലേ? വെരി ഗുഡ്, വളരെ സന്തോഷം. ലിങ്ക് ആരാണ് അയച്ചു തന്നത്? എങ്ങനെ കിട്ടി ലിങ്ക്? സിനി മാതാജി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. വളരെ സന്തോഷം, വളരെ സന്തോഷം ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന്. തീർച്ചയായിട്ടും ഇതുപോലെ നോട്ടുകൾ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ പറയാവുന്നതാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ? രമ വേണുഗോപാൽ എന്ന് പറയുന്ന മാതാജി അൺമ്യൂട്ട് ചെയ്തിരുന്നു. പറയാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ അൺമ്യൂട്ട് ചെയ്തത്? ഞാനത് മ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ ദിവസവും ആദ്യം വന്ന് പറയുന്നത് സിനി മാതാജിയാണ്. സിനി മാതാജിക്ക് എന്തെങ്കിലും ഇന്ന് പറയാനുണ്ടോ? കൃഷ്ണ പ്രഭു, പറഞ്ഞാലോ. നമ്മൾ പഠിച്ചത് 4 സ്റ്റെപ്പാണ്. ഹെഡ് എന്ന് പറഞ്ഞിട്ട്, എച്ച് എന്ന് പറയുന്ന ശ്രവണം. അല്ല, പുഷ്പമാതാജി പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റേഷൻ ആവും. ലാസ്റ്റ് പറഞ്ഞത് എന്നെ അറിയുകയും എപ്പോഴും എന്നെ കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നീന്തവയ ഭഗവാനാണ് ഞാനെന്ന് അറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. വെരി ഗുഡ്, അത് നല്ലൊരു പോയിന്റ് ആണ്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം അതിനെക്കുറിച്ചുള്ള പോയിന്റ് ആണ് ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. വളരെ സന്തോഷം, നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ഓക്കെ, യെസ്. സോറി, രമ മാതാജി വീണ്ടും അൺമ്യൂട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് സിനി മാതാജി പറയുമായിരുന്നു. പറയാൻ എന്തെങ്കിലും ഉണ്ടോ? പോയിന്റ് പറഞ്ഞാട്ടെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ ശ്രമിച്ചാട്ടെ. രമ മാതാജി, ഹരേ കൃഷ്ണ. പറയാൻ ശ്രമിക്കുന്നു രമ മാതാജി? ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു, എന്തോ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, വളരെ സന്തോഷം. എല്ലാവരും നല്ല പോയിന്റുകൾ പറയുകയുണ്ടായി. പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഞാൻ വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ഹെഡ്, HEAD എന്ന് പറയുന്ന അക്രോണിമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. അതിൽ ഹിയറിംഗ്, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്, അത് പുഷ്പമാതി വളരെ ഭംഗിയായിട്ട് പറയുകയുണ്ടായി. അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഭഗവാനെ കുറിച്ച് പറയുന്നതും ഭഗവാൻ തന്നെ പറഞ്ഞതും, ഇത് രണ്ടും നമ്മൾ കേൾക്കണം. ഭഗവാൻ തന്നെ പറഞ്ഞത് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഭഗവാൻ പറഞ്ഞത്? എന്താണ്? ഭഗവത്ഗീത.
ഭഗവത്ഗീത. ഭഗവാനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഭാഗവതം. ഭാഗവതം. വെരി ഗുഡ്. വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി കേട്ടു എന്നുള്ളതിന് തെളിവാണത്. സോ ഭഗവാനെ കുറിച്ച് പറഞ്ഞത് ശ്രീമദ് ഭാഗവതവും ഭഗവാൻ സ്വയം പറഞ്ഞത് ഭഗവത്ഗീതയുമാണ്. അപ്പൊ അതാണ് ഹിയറിംഗ്, കേൾക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിന്റെ പ്രാധാന്യം എന്താണ്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതിന് ഈ എന്ന പദത്തിന്, എന്ന വാക്കിന്, എന്ന അക്ഷരത്തിന് എവരിവെയർ എന്ന പദമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു, അതായത് വിശ്വരൂപത്തെക്കുറിച്ചും. അതുപോലെ തന്നെ ഭഗവാൻ പുഷ്പമാതി അതിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. രസോഹം അപ്സു കൗന്തേയ, അതായത് ജലത്തിലെ ടേസ്റ്റ് ഞാനാണ്. അതുപോലെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ പറയുകയുണ്ടായി. ആ സമയം പറഞ്ഞ സമയത്ത് നമ്മൾ പറയുകയുണ്ടായി, ഇത് ഭഗവാൻ എല്ലാത്തിൻ്റെയും എസെൻസ് താനാണ് എന്ന് ഭഗവാൻ തെളിയിക്കുകയാണ്. 10ാമത്തെ അധ്യായത്തിൽ എല്ലാത്തിലും സുപ്രീം ഞാനാണ് എന്ന് തെളിയിക്കുന്ന ഭാഗം നമ്മൾ അടുത്ത അധ്യായത്തിൽ നമ്മളത് കാണും. ഭഗവാന്റെ ഐശ്വര്യ രൂപത്തെക്കുറിച്ചുള്ള വർണ്ണന നമുക്ക് അവിടെ വിശദമായിട്ട് കാണാൻ സാധിക്കും. സോ പിന്നീട് അക്സെപ്റ്റ് ഓർ റിജക്റ്റ്, ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഭഗവാനെ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി. അത് 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. 4 തരത്തിലുള്ള വ്യക്തികൾ ഭഗവാനെ അംഗീകരിക്കുന്നവര്, 4 തരത്തിലുള്ള വ്യക്തികൾ ഭഗവാനെ റിജക്റ്റ് ചെയ്യുന്നവര്, അതിനുള്ള കാരണങ്ങളും എങ്ങനെയുള്ളവരാണ് റിജക്റ്റ് ചെയ്യുന്നതും ആ 4 തരത്തിലുള്ള വിധത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. പിന്നീട് ദേവീ ദേവതമാരെ പൂജിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും, അവരവരുടെ എങ്ങനെ ഭഗവാനെ പൂജിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തുന്നു, ദേവീദേവന്മാരെ പൂജിക്കുമ്പോൾ എങ്ങനെ എത്തുന്നു. നമ്മളതിൻ്റെ ഉദാഹരണം പറയുകയുണ്ടായി. കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ നമ്മൾ ഊതിക്കൊണ്ട് നമ്മളതിൻ്റെ ശാന്തി നേടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമാധാനം നേടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഒരു താത്കാലികമായ റെമഡി മാത്രമാണ്. പക്ഷെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടർ ഒരു 1-2 ഇഞ്ചക്ഷനൊക്കെ തരും, മരുന്നൊക്കെ എടുത്ത് പുരട്ടും, ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും. അവസാനം ചെറിയ ചെറിയ വേദനകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, ഇൻ ദ സെൻസ് ആ ശരീരം ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള രീതിയിൽ ഉള്ള ഒരു അവസരം ആ ഡോക്ടർ നമുക്ക് ചെയ്തു തരും. തീർച്ചയായിട്ടും ആ സമയത്ത് ചെറിയ വേദന നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് പോകുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ തന്നെന്ന് വരില്ല. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമുക്ക് തരും. കാരണം അതിന് നമ്മളെ അർഹരാക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ വളരെ സന്തോഷം ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നതിൽ. പറഞ്ഞ എല്ലാവർക്കും പുഷ്പമാതാജിക്കും സിനി മാതാജിക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. ഞാൻ അതുപോലെ റിക്വസ്റ്റ് ചെയ്യുന്നു, നാളത്തെ ദിവസം മറ്റൊരാൾ ആരെങ്കിലും മുൻപോട്ട് വരണം. ദയവായിട്ട് ചെറിയ ഒരു നോട്ട്, കുറച്ചൊരു ചെറിയൊരു നോട്ട്ബുക്കിൽ, ഒരു പേപ്പറിൽ എഴുതാവുന്ന നോട്ടുകൾ എഴുതാനുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് ക്ലാസ് മുഴുവൻ ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഡിസ്കസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വളരെ സന്തോഷം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വളരെ വിശദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാൻ സാധിച്ചാൽ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ലിങ്ക് ഇടാൻ മിസ്സാകുന്നുണ്ട്, ക്ഷമിക്കുക. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കും. അധിചന്ദ്ര ഗോവിന്ദദാസ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കേൾക്കാൻ സാധിക്കുന്നതാണ്. സോ ഹരേ കൃഷ്ണ. നമുക്കിപ്പോൾ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. അധ്യായം 8, പരമപദപ്രാപ്തി, അറ്റൈനിങ് ദ സുപ്രീം എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിന്റെ പേര്. തലക്കെട്ട് അല്ലെങ്കിൽ അധ്യായത്തിന്റെ ഹെഡിങ് അധ്യായത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് പരമപദപ്രാപ്തി, ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിലെ ഭക്തിയുത സേവനത്തിലൂടെ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലൂടെ ഭഗവാനെ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതിന് തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ എല്ലാ അധ്യായത്തിന്റെയും തുടക്കത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അർജുനൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരമാണ് ഭഗവാന് നൽകുന്നത്. അപ്പൊ ഈ അറ്റൈനിങ് ദ സുപ്രീം അല്ലെങ്കിൽ പരമപദ പ്രാപ്തി എന്ന ഈ അധ്യായത്തിന്റെ ആദ്യം അർജുനന്റെ ചില ചോദ്യങ്ങളാണ്. അർജുനന് 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ, 1ാമത്തെ ശ്ലോകങ്ങളിൽ തന്നെ ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. 4 വരെ ശ്ലോകങ്ങളിൽ അർജുനൻ സംസാരിക്കുകയാണ്. എന്താണ് അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ ഓർത്തുകൊണ്ട് മരിക്കുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് മരിച്ചാലുള്ള ഗുണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിനെ ഓർത്തുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ എന്ത് നമ്മൾ പ്രാപിക്കുന്നു, സോ അതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ മരണ സമയത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത്, ശ്ലോകങ്ങളിൽ 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്.
9 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനെ ഓർക്കുന്നത് യോഗമിശ്ര ഭക്തിയെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് 9 മുതൽ 13 വരെ കാണാമെങ്കിൽ 14 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ കൃഷ്ണനെ ശുദ്ധ ഭക്തിയോടുകൂടി ഓർക്കുന്നതിനെ കുറിച്ചുള്ള മഹത്വങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. 17 മുതൽ 22 വരെയുള്ളത് ആധ്യാത്മിക ലോകവും ഈ ഭൗതിക ലോകവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് കാണാം. എന്തൊക്കെയാണ് ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് കിട്ടുന്നത്, ഭൗതിക ലോകത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 23 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ശുദ്ധഭക്തി എത്രമാത്രം അത്യുന്നതങ്ങളിലുള്ളതാണ്. മറ്റ് യോഗയെ കുറിച്ചിട്ടോ ജ്ഞാനയോഗം, കർമ്മയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒക്കെ വിവരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഭക്തി ശുദ്ധ പരമ അല്ലെങ്കിൽ ഏറ്റവും പരിശുദ്ധമായ ഭക്തിയുടെ മഹത്വം എന്തൊക്കെയാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ 28 ശ്ലോകങ്ങൾ മാത്രമുള്ള ഈ 8ാമത്തെ അധ്യായം നമുക്ക് ഒന്ന് നോക്കാം. ഹരേ കൃഷ്ണ. ജസ്റ്റ് ഗിവ് മീ 1 സെക്കൻഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ക്ഷമിക്കാം. സോ താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമുക്ക് 8ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 8ാമത്തെ അധ്യായത്തിന്റെ എന്താണ് അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ലെറ്റ് us see what Arjuna has to ask. നമ്മൾക്ക് വേണ്ടിയിട്ട് അർജുനൻ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന് നമുക്ക് നോക്കാം. സോ എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയുന്ന എന്റെ ശബ്ദവും ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കാരണം എന്താണെയോ, നമുക്ക് ഇന്ന് ഇപ്പൊ നമ്മുടെ ഈ വിഷുവിനോടനുബന്ധിച്ച് നമ്മുടെ വീടിന്റെ അടുത്ത് ഉള്ള ഒരു അമ്പലത്തില് ചില പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള മൈക്കിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് ഞാൻ കൺഫേം ചെയ്യുകയായിരുന്നു. സോ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ആ ഡിസ്റ്റർബൻസ് വരുന്നില്ല എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മൾ ഇന്നലെ നമ്മൾ ഹെഡ് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 8. ഇന്നത്തെ എൻ്റെ സമ്മറി ഇതാണ്. ഡെഡ് എന്ന വാക്കാണ്. ആരും ഭയപ്പെടേണ്ട. മരണം എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ആരും ഭയപ്പെടേണ്ട. നമ്മളിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അക്രോണിംസ് ഉപയോഗിക്കുന്നത്. അക്രോണിംസ് ഉപയോഗിക്കുകയാണ്. കാരണം ഞാൻ പരീക്ഷാ സമയങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ ഈ അടുത്തിടെ ഞാൻ മായപ്പൂർ പോയിട്ട് ചില കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇതുപോലെ കുറേ പോയിന്റുകൾ പഠിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റിയൊരു മാർഗമാണ് ഈ അക്രോണിംസ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ചില ഭാഗങ്ങളിൽ ഈ അക്രോണിംസ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഡെഡ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും ഭയം തോന്നണ്ട. തീർച്ചയായിട്ടും ഭഗവാൻ ഇതിനെക്കുറിച്ചിട്ട് മരണം എത്ര ഈസി ആക്കാൻ സാധിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കാണാം ഇതെന്താണെന്നുള്ളത്. സോ അപ്പം ഡി എന്ന് പറഞ്ഞാൽ ഡൗട്ട്സ്. എന്താണ് ഡൗട്ട്സ്? അർജുനൻ ഈ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അർജുനന്റെ സംശയങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഡൗട്ട്സ് എന്ന വാക്കിട്ടത്. ഇ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ലൈഫ്. അത് പറഞ്ഞു, മരണസമയത്ത് ഭഗവാനെ ഓർത്തുകൊണ്ട് മരിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളതിനെ കുറിച്ച് ഓർത്ത് മരിക്കുകയാണെങ്കിൽ എന്ത് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിവരണങ്ങളാണ് 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. എൻഡ് ഓഫ് ലൈഫ്, അറ്റൈനിങ് ദ സുപ്രീം. 9ാമത്തെ ശ്ലോകം മുതൽ 22ാമത്തെ ശ്ലോകത്തില് പരമപദപ്രാപ്തി. അതാണ് നമ്മൾ ഈ അധ്യായത്തിന്റെ മെയിൻ ഭാഗം തന്നെ. സോ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ശ്ലോകങ്ങളാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിവോഷൻ, ഭക്തിയുടെ പാരമ്യം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രാധാന്യം, എത്രമാത്രം മഹത്തരമാണ് ഭക്തി എന്നുള്ളത്. സോ അതാണ് DEAD. ഡൗട്ട്സ്, എൻഡ് ഓഫ് ലൈഫ്, അറ്റൈനിങ് ദ സുപ്രീം, ഡിവോഷൻ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം എവറിബഡി. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും എന്തൂസിയാസത്തോടു കൂടിയുള്ള ഈ ഒരു പാർട്ടിസിപ്പേഷന് ഞാൻ എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്ന ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സോ വാട്ട് ഈസ് ഡൗട്ട്സ്? വാട്ട് ആർ അർജുനാസ് ഡൗട്ട്സ്? 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുൻ എന്താണ് ചോദിക്കുന്നത്? 1ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ 1ാമത്തെ ശ്ലോകം, അർജുന ഉവാച കിം തദ്ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അധ്യാത്മം, അധിഭൂതം, അധിദൈവം. അതിൽ അർജുനൻ ഒരു കാര്യത്തെ കുറിച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. തദ് ബ്രഹ്മ. കിം തദ് ബ്രഹ്മ. എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്ത്? അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്ത്? അധിഭൂതം എന്ന് പറഞ്ഞാൽ എന്ത്? കർമ്മം എന്ത് എന്നും ചോദിക്കുന്നുണ്ട്.
കർമ്മം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, അധിഭൂതം എന്തെന്ന് ചോദിക്കുന്നുണ്ട്, അധിദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യം അർജുനൻ ചോദിക്കുന്നുണ്ട്. സോ അർജുനന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നമ്മളുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ ചോദിക്കുകയുണ്ടായി. എന്താണ് യഥാർത്ഥ ഐഡന്റിറ്റി? നമ്മളെ ശരീരമല്ല, നമ്മളെ ആത്മാവാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ യഥാർത്ഥമായിട്ടും ബേസിക് ആയിട്ട് വേണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു വൃദ്ധനായ ഒരു വ്യക്തി മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടന്നെങ്കിൽ എന്താണ് ചോദ്യം? ഹൂ ഹാസ് പാസ്ഡ് അവേ? ആരാണ് പോയത്? ആ വ്യക്തിയുടെ ശരീരം അവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മളൊരു 2-3 ക്ലാസ്സുകൾക്ക് മുൻപിലേക്ക് നമ്മളൊന്ന് ഓർമ്മ പുതുക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ, നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് 110 രൂപയുടെ കെമിക്കൽസ് മാത്രമാണുള്ളത്. മഗ്നീഷ്യവും പൊട്ടാഷ്യവും അങ്ങനെല്ലാം കൂടെ ചേർന്ന് അയണും ഒക്കെ ചേർന്നിട്ട് ഏതാണ്ട് 110 രൂപയുടെ കെമിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്ന് നമ്മളന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ആ 110 രൂപയുടെ കെമിക്കൽസ് ഉള്ള ആ ശരീരം ഇപ്പോഴും ഇവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷെ എങ്കിലും പറയും അയ്യോ എൻ്റെ മുത്തച്ഛൻ പോയേ, എൻ്റെ മുത്തച്ഛൻ പോയേ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അന്നുവരെ ഈ ശരീരത്തിനെ അല്ല നമ്മൾ മുത്തച്ഛ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കേണ്ടതാണ്. സോ അന്നുവരെ മുത്തച്ഛ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ആരെയാണ്? ആ ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആത്മാവിനെയാണ്. സോ യഥാർത്ഥത്തിൽ പോയതാരാണ്? യഥാർത്ഥത്തിൽ ഇവിടുന്ന് വിട്ടുപോയതാരാണ്? ആത്മാവാണ് വിട്ടുപോയത്. ഇവിടെ അത് കാണിക്കുകയാണ്. ഈ സ്ത്രീ മരിച്ചുവെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒരു നമുക്കറിയാം, ഒരു വെള്ള രൂപത്തിൽ കണ്ടു. ഇതാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വെള്ള രൂപം ഇവിടെ ഒരു സിംബോളിക് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ആത്മാവിന്റെ രൂപം വെള്ള രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപം ഉണ്ടെന്നോ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല ആത്മാവ്. സോ ആ ആത്മാവാണ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയത്. അതാണ് എന്താണ് ബ്രഹ്മം, അല്ലെങ്കിൽ കിം ബ്രഹ്മ, കിം തദ് ബ്രഹ്മ എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. സോ നമുക്ക് ആ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ആത്മാവ് എന്നാൽ എന്ത്? ഫലോദ്ദിഷ്ട കർമ്മം എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നത് എന്താണ്? ഇതാണ് അർജുനന്റെ ചോദ്യം. സോ ഒന്നാമത്തെ ചോദ്യം കിം തദ് ബ്രഹ്മ എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. സോ അതിന് അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ബ്രഹ്മൻ എന്നിവിടെ നമുക്ക് നോക്കണം. ബ്രഹ്മൻ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ ആൻഡ് എറ്റേണലി എക്സിസ്റ്റിംഗ് ആൻഡ് റെഫേഴ്സ് ടു ദ ലിവിംഗ് എൻറ്റിറ്റി, ബട്ട് ബിയോണ്ട് ബ്രഹ്മൻ ദർ ഈസ് പരബ്രഹ്മൻ റെഫേഴ്സ് ടു ദ സുപ്രീം. സോ യഥാർത്ഥത്തില് ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. അതിന് മുകളിൽ പരബ്രഹ്മനുണ്ട്. അതാണ് സാക്ഷാൽ ഭഗവാൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ പരംപുരുഷോത്തമനാണ്. നമുക്കിവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അടുത്ത ചോദിക്കാൻ തന്നെ, കർമ്മം എന്നാൽ എന്ത്? വാട്ട് ഈസ് കർമ്മ? വാട്ട് ഈസ് കർമ്മ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോൺഷ്യസ്നെസ്സിനെയാണ് പറയുന്നത്. ഭൗതികപരമായ ചിന്തയെയാണ് അവിടെ കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജന്മത്തില് കയ്യിൽ കിട്ടുന്നത് എന്തും കഴിക്കുകയും കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മം ഇതുപോലൊരു ജന്മമായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്തതിലേക്ക് വരും. സോ ജീവാസ് നേച്ചർ ഈസ് ടു ട്രൈ ടു ബി ദ ലോർഡ് ഓഫ് മാറ്റർ, വേരിയസ് മെറ്റീരിയൽ ബോഡീസ് ബൈ ഫോഴ്സ് ഓഫ് മെറ്റീരിയൽ കോൺഷ്യസ്നസ് ഈസ് കർമ്മ. ഇപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയസ് മെറ്റീരിയൽ ബോഡീസ് ബൈ ഫോഴ്സ് ഓഫ് മെറ്റീരിയൽ കോൺഷ്യസ്നസ്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഭൗതികപരമായ മറ്റു പലതരത്തിലുള്ള ശരീരങ്ങൾ, ഇതിനെയാണ് കർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക എന്താണ്? ഹനുമാൻ സ്വാമി എപ്പോഴും ശ്രീരാമചന്ദ്ര ഭഗവാനെക്കുറിച്ചും സീതാ മഹാറാണിയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഈ വ്യക്തി ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലുള്ള ശരീരം ലഭിക്കുന്നു. ഇവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ നമ്മൾ മുൻപിലേക്ക് വരുന്നുണ്ട്. നമുക്കപ്പം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും. സോ അതാണ് കർമ്മ അർജുനൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അധിഭൂത എന്ന് പറഞ്ഞാൽ എന്താണ്? എവർ ചേഞ്ചിങ് മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ. ദ ഫിസിക്കൽ നേച്ചർ ഓഫ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. നമ്മുടെ ഈ ഭൗതികപരമായ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നോക്കുക, ഇവിടെ 6 വ്യതിയാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ജന്മം, വളർച്ച, സ്ഥിരമായി നിൽക്കുക, പ്രൊഡ്യൂസ് സം ബൈ പ്രൊഡക്ട്സ്, അതായത് കുട്ടികൾ ഒക്കെ ഉണ്ടാകുന്നു, പിന്നെ വയസ്സാകുന്നു, പിന്നെ മരിച്ചു പോകുന്നു. ഇതിനെയാണ് അധിഭൂത എന്ന് പറയുന്നത്. നോക്കുക, ഈ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വളർന്ന് 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 വലുതായി, പിന്നെ ബൈ പ്രൊഡക്റ്റ് ഉണ്ടായി, പിന്നെ അതിനുശേഷം വയസ്സായി 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 മരിക്കുന്നു. സോ ഈ ഒരു 6 സ്റ്റേജസ് മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഈ 6 ചേഞ്ചസ് ഉണ്ട്. ഒരു ഉറുമ്പിനെ മുതൽ ഒരു കൊതുക് നോക്കിയാലും, ഒരു പക്ഷിയായാലും, ഒരു വൃക്ഷമായാലും, മൃഗമായാലും, മനുഷ്യനായാലും ഈ 6 ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, ആത്മാവ് ഉള്ള എല്ലാ ജീവജാലങ്ങളും, എല്ലാ ശരീരങ്ങൾക്കും ഇത് വ്യത്യാസമുണ്ട്. ഈ 6 ചേഞ്ചസ് ഉണ്ടാവും. ആത്മാവില്ലാത്ത ഒരു മാറ്റർ, ഒരു മെഷീനറി ആയിക്കോട്ടെ, അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, വാട്ട് ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. ജനിക്കുന്ന, ഇതിപ്പോ ഒരു ടേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ വില കുറഞ്ഞു അവസാനം അതില്ലാതെ, അപ്പൊ ഈ ആ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ നശിച്ചു പോവാ, ഈ 2 ചേഞ്ചസ് മാത്രമാണ് അതിന് ഉണ്ടാവുന്നത്. എന്നാൽ ജീവനുള്ള ആത്മാവുള്ള ഒരു ശരീരത്തിനെ കുറിച്ച് പറഞ്ഞാൽ, ജന്മമെടുക്കുന്നു, ഇത് ബർത്ത്, ഗ്രോത്ത്, മെയിൻറ്റെയിൻഡ്, പ്രൊഡ്യൂസ് സം ബൈ പ്രൊഡക്ട്സ്, ട്വിൻഡിൽ ആൻഡ് ദേ വാനിഷ്. ഈ 6 ചേഞ്ചസ് ഇതിനുണ്ടാകും. അതിനെയാണ് ആദിഭൂത എന്ന് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇതാണ് അധിദൈവ. The gigantic universal form of the Lord is called Adhideva. Is contemplated by the neophyte who cannot approach the Supreme Lord in his manifestation as super soul. പരമാത്മ രൂപത്തിൽ കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ പലർക്കും നമുക്ക് മനസ്സിലാവത്തില്ല ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടോ. അങ്ങനെയുള്ള വ്യക്തിക്ക് ഭഗവാന്റെ ഈ വിശ്വരൂപത്തിനെ അവര് ഈ ഏറ്റവും സുപ്രീം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനെയാണ് അധിദൈവ എന്ന് പറയും. കാരണം ഇതിൽ നോക്കുക, അനേകം ശിരസ്സുകൾ കാണാം, അനേകം കൈകൾ കാണാം, അനേകം കാലുകൾ കാണാം. സോ ഇതെല്ലാം കൂടി ഭഗവാന്റെ എല്ലാ ദേവീ ദേവന്മാരും ഈ ഒരു വിശ്വരൂപത്തിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ അധിദൈവ എന്ന് അറിയപ്പെടുന്നത്. സോ ആ വിരാട് രൂപ, അതായത് ഇതൊരു യോഗിയുടെ ഒരു റിയലൈസേഷൻ ആണ്. സോ ഒരു യോഗി ഈ ഒരു ഫോമിൽ ഭഗവാനെ കാണുന്നത്. ഇത് ജ്ഞാനിയുടെയും ഇതിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്ലാനറ്ററി സിസ്റ്റംസ് ആസ് ഹിസ് ലിംസ്. ഈ ഓരോ അംഗങ്ങളും ശ്രീമദ് ഭാഗവത്തില് 3-ാമത്തെ സ്കന്ധത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, 2-ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഭഗവാന്റെ വിശ്വരൂപത്തെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് അത് കാണാൻ സാധിക്കുന്നു. സോ ഇത് ഭഗവാന്റെ പാതാള, രസാതള, ഈ പറഞ്ഞ 14 ലോകങ്ങളും ഭഗവാന്റെ ഈ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഭൂർഭുവ സ്വഹ, മഹർലോക, ജനലോക, തപോലോക, ബ്രഹ്മലോക, ഏതല, അതല, വിതല, സുതല, തലാതല, മഹാതല, രസാതല, പാതാള, ഈ ലോകങ്ങളെല്ലാം ഈ ഒരു ഈ പറയുന്ന വിശ്വരൂപത്തില് ഭഗവാന്റെ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ പരമാത്മ എന്ന് പറയുന്നത് ഒരു ഡിറ്റാച്ച്ഡ് യോഗിയെ സംബന്ധിച്ച് ധാരണാശ്രയ ഓഫ് എ ഡിറ്റാച്ച്ഡ് യോഗി. എന്താണ് ആദിയജ്ഞ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് സാക്രിഫൈസ്, ദ ലിവിംഗ് എൻറ്റിറ്റി മേക്സ് സ്പെസിഫിക് സാക്രിഫൈസസ് ടു അറ്റൈൻ സ്പെസിഫിക് ഹെവൻലി പ്ലാനറ്റ്സ് ആൻഡ് കോൺസിക്വന്റ്ലി റീച്ചസ് ദം. സോ ഒരു യജ്ഞം ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുകയുണ്ടായി, യജ്ഞം എന്ന് പറയുന്ന യജ്ഞത്തിന്റെ ആ അഗ്നി എന്ന് പറയുന്നത് ഭഗവാന്റെ വായാണ്. നമ്മൾ അതിൽ അർപ്പിക്കുന്നതെല്ലാം ഭഗവാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. When the merit of sacrifice is exhausted, the living entity descends to earth in the form of rain, then takes on the form of grain, and the grains are eaten by man and transformed into semen, which impregnates a woman, and thus the living entity once again attains the human form to perform sacrifice, and so repeat the same cycle. So എങ്ങനെയാണ് ഒരു ജീവാത്മാവ് ആധ്യാത്മിക അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് വരുന്നത്? അത് വരുന്നത് ഒരു മഴയിൽ കൂടിയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇതിനു മുൻപ് ചെയ്ത യജ്ഞം ചെയ്തപ്പോൾ അതിന്റെ പുണ്യം കൊണ്ട് അദ്ദേഹം മുകളിലേക്ക് പോയി.
അവിടെ നിന്ന് അദ്ദേഹം മഴയായിട്ട് വീണ്ടും വരുന്നു. കാരണം യജ്ഞത്തിന്റെ കപ്പാസിറ്റി കഴിയുമ്പോൾ, അല്ലെങ്കിൽ യജ്ഞം ചെയ്തതിന്റെ പുണ്യം കഴിയുമ്പോൾ, അതായത് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അമേരിക്കയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ നമ്മൾ കാണിക്കണം എന്ന് പറയുന്നത് പോലെ സ്വർഗ്ഗലോകത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന ലോകങ്ങളിൽ നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പേയ്മെന്റ് നടത്തണം. ആ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളാണ്. ആ പുണ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പുണ്യം തീരുന്നിടം വരെ ആ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കാശ് ഉള്ളതുപോലെ ഉള്ളിടത്ത് ഉള്ള അത്രയും കാലം, ഇപ്പോൾ ഒരു ഹോട്ടൽ, ഒരു 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ അടയ്ക്കാൻ പറയും ആദ്യം. പൈസ അടച്ചു. ഇപ്പോൾ 5 ദിവസത്തേക്ക് നമ്മൾ പൈസ അടച്ചുവെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിറക്കി വിടും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ചെയ്ത് കൂട്ടിയ യജ്ഞങ്ങളുടെ മറ്റു കാര്യങ്ങളുടെയൊക്കെ പുണ്യഫലങ്ങളിലെല്ലാം കൂട്ടിക്കൊണ്ട് നമുക്ക് സ്വർഗ്ഗലോകത്തിലോ അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള ലോകങ്ങളിൽ നമുക്ക് പോയി കുറച്ചു കാലം നിൽക്കാം. അതിനുശേഷം ആ ബാലൻസ് കഴിയുമ്പോൾ നമ്മളെ അവിടെ പിടിച്ച് തള്ളിവിടും. അങ്ങനെ നമ്മൾ വീണ്ടും താഴേക്ക് വരുന്നു. സോ ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ സൈക്കിളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടണം എന്നുള്ളതിന്റെ മാർഗമാണ് നമ്മൾ അറിയേണ്ടത്. സോ ഇതാണ് നമ്മളുടെ അർജുനന്റെ ചോദ്യങ്ങൾ. നമ്മൾ മുമ്പ് കണ്ട ലെസൺ 1 നമ്മളുടെ ഡൗട്ട്സ് എന്ന് പറയുന്നത് അതാണ്. ഇനിയും അതിലെ ഉത്തരങ്ങളാണ് ഭഗവാൻ നമുക്ക് 3-ാമത്തെയും 4-ാമത്തെയും ശ്ലോകങ്ങളിൽ പറഞ്ഞു. അർജുനന്റെ ചോദ്യം 1, 2, 3, 4 ഭഗവാന് അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. അതാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം. അധിഭൂതം ക്ഷരോഭാവ പുരുഷച്ഛാധി ദൈവതം അധിയജ്ഞോ അഹം ഏവാത്ര ദേഹേ ദേഹ ധൃതാംവര എന്നാണ് ഭഗവാൻ അതിൽ പറയുന്നത്. സോ ഇനി 5-ാമത്തെ ശ്ലോകം മുതൽ 8-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഡ് ഓഫ് ലൈഫ്, എങ്ങനെയാണ് ഒരു ജീവിതം അവസാനിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നമുക്ക് ഈ 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത് നോക്കുക എല്ലാവരും. ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലെറ്റ് മീ ട്രൈ. ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല? ഉണ്ടോ ഇല്ലല്ലോ? രേഷ്ണ ശബ്ദം കേൾക്കാം, പക്ഷേ ഇത് പോസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീൻ ഷെയറിംഗ്. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ശബ്ദം കേട്ടായിരുന്നു മുമ്പേ? കേൾക്കാൻ പറഞ്ഞു, നന്നായിട്ട് കേൾക്കാമല്ലോ. വെരി ഗുഡ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്തായിരുന്നത്. ഒരു മിനിറ്റ്. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് പ്രഭുജി, ഉണ്ട്. ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. ഞാനത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ഒന്നുകൂടെ കാണിക്കാം. അന്നേരം നമുക്കൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇത് കാണിക്കുന്നത് എന്ന്. ജീവിതത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ, അഡൾട്ട്ഹുഡ്, അതായത് പ്രായമായതിനു ശേഷം, വയസ്സായി, ഇത് വീണ്ടും ഓൾഡ് ഏജ് ആണ്. നമുക്ക് ആ ഫോട്ടോകൾ കാണുക. ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആ സ്റ്റേജ് മനസ്സിലാവും. അവസാനം നമ്മളിത് വരുന്ന ഒരു ചോദ്യമാണ് കാണുന്നില്ലല്ലോ. കാണുന്നില്ല പ്രഭു. ഇല്ല, സ്ക്രീൻ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എഴുതി കാണിക്കുന്നുണ്ട്. പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് ആദിദൈവയുടെയാണ് കാണുന്നത്. ഏതിന്റെ? ആദിദൈവതം. അതെയോ? അത് കഴിഞ്ഞുള്ള കണ്ടില്ല. വിശ്വരൂപം കാണിച്ചതാ കാണുന്നേ. ഓക്കെ, ഫൈൻ. അല്ല, വിശ്വരൂപം കാണിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഈ വീഡിയോ സ്റ്റാർട്ട്. ശബ്ദം കേട്ടില്ലേ നിങ്ങള്? ഇല്ല, പ്രഭുവിന്റെ ശബ്ദമേ കേൾക്കും, മറ്റൊന്നും കേൾക്കത്തില്ല. ഇപ്പൊ എന്തിനു കാണാമോ? വിശ്വരൂപമാ കാണുന്നേ. എല്ലാവർക്കും വിശ്വരൂപമാണ് കാണുന്നത്? അതെ പ്രഭു. അതെ പ്രഭുജി, അതെ. ഒരു മിനിറ്റ്. വിശ്വരൂപമൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ നേരമായി. ഇത് കാണാമോ ഇപ്പം? ഒന്നും കാണുന്നില്ല. മാറിയില്ല പ്രഭു, അത് മാറിയില്ല. Okay, I will stop the sharing and I'll show it again. 1 second. ഇപ്പൊ കാണാമോ? കാണാം പ്രഭുജി, കാണാം. ഇപ്പൊ എന്ത് കണ്ടു? എൻഡ് ഓഫ് ലൈഫ്, ഡെഡിന്റെ ലെസൺ 2 അല്ലേ? അതെ പ്രഭുജി. ഇപ്പൊ എന്ത് കാണാം? ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ. ഇപ്പൊ കാണാമോ? കാണാം പ്രഭുജി, കാണാം. കൃഷ്ണ. ചൈൽഡ്ഹുഡ്. ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതൊക്കെ സ്റ്റേജ് ആണ് കാണുന്നതെന്ന്. അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ യൂത്ത്, യൗവനത്തെ കുറിച്ച്, കൗമാര യൗവനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് അഡൾട്ട്ഹുഡ്, അതായത് നമ്മൾ പ്രായപൂർത്തിയായി, അതിനുശേഷം നമ്മൾ വയസ്സായ കാലത്തേക്ക് പോകുന്നു.
അത് കഴിഞ്ഞ് വരുന്ന ഒരു ഡോർ ഉണ്ട്. ഈ ഡോർ എന്താണിത്? കാണാൻ സാധിച്ചായിരുന്നോ? ഡെത്ത് യെസ്, ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു വലിയൊരു ചോദ്യമാണ് പലർക്കും. അതായത് ഇപ്പൊ ഇതിൽ ആദ്യം കണ്ട ഭാഗങ്ങളിൽ നമുക്ക് കാണുകയാണെങ്കിൽ, ഞാൻ ഒന്ന് കാണിക്കാം. ബർത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്ത് സംഭവിക്കുന്നു ജന്മം കഴിഞ്ഞാൽ? ചെറുതായിട്ട് നമ്മൾ വളർന്നു വരുന്നു. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ട്, ഒരു വിവരം നമുക്കറിയാം. എന്താണ് ചൈൽഡ്ഹുഡ് കാലങ്ങളിൽ നടക്കുന്നത്, ഒരു യൗവന സമയത്ത് എന്തൊക്കെ നടക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വിവരം, ധാരണയുണ്ട്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. വയസ്സാകുന്ന സമയത്തും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ധാരണയുണ്ട്. എന്നാൽ ഈ മരണം എന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. എന്താണ് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എല്ലാം ബ്ലാങ്ക് ആണോ അവിടെ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട വലിയൊരു ചോദ്യം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഭഗവാൻ 5 മുതൽ 8 വരെ ശ്ലോകങ്ങളിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഈ മരണം, അല്ലെങ്കിൽ എന്താണ് മരണത്തിന് ശേഷം ഉണ്ടാകുന്നത്? 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അന്തകാലേ ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്രസ്യ സംശയഃ. Just as by remembering Krishna one attains Krishna, by remembering something else one attains that position. അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണോ ഓർക്കുന്നത്, ദാറ്റ് ഒബ്ജക്ട്. അപ്പം ഈ യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ, അത് അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത്വാ കലേവരം യ പ്രയാതി സ മദ്ഭാവം യാതി നാസ്ത്ര അസ്യ പുത്ര സംശയഃ. അതായത് ഭഗവാനെ ഓർത്തുകൊണ്ട് മരിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ ഭാവത്തിൽ നമ്മൾ എത്തുന്നു എന്നുള്ളത് ഇവിടെ പറയാം. ഇവിടെ കാണിക്കുന്ന ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അജാമിള മോക്ഷം. ഇവിടെ എവിടെ യമദൂതന്മാർ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് ഈ യമദൂതന്മാരെ കണ്ട് ഭയന്ന ആ അജാമിള എന്ന് പറയുന്ന വ്യക്തി നാരായണ എന്നൊരു വിളിക്കുക, സ്വന്തം മകനെ വിളിക്കുകയാണ് ഭയന്നിട്ട്. പക്ഷെ ആ ഭഗവാന്റെ നാമത്തിന്റെ ശക്തി കൊണ്ട് വിഷ്ണുദൂതന്മാർ അവിടെ എത്തുകയും അദ്ദേഹത്തിന് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കാണാമോ? കാണാം. ശബ്ദം കേൾക്കാമോ? കേക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശബ്ദം കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നില്ല പ്രജി ശബ്ദം? ശബ്ദം കേൾക്കുന്നില്ല പ്രഭുജി. ഇല്ല. എന്തോ? ഹരേ കൃഷ്ണ. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് മതി. ഞാൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വിത്ത് സൗണ്ട്, ഷെയർ സൗണ്ട്, യെസ്, ഈ ഒരു ഓപ്ഷനോട് കൊടുത്തു കഴിയുമ്പോൾ ക്ലിയർ ആകും. നോക്കുക ഒന്നുകൂടെ, ലെറ്റ്സ് ട്രൈ. ഇപ്പൊ കേൾക്കാമോ? Narayan! Narayan! Oh, Narayan! യമദൂതന്മാര് ചെല്ലുകയാണ് ആ അജാമിളയുടെ ആത്മാവിനെ എടുക്കാനായിട്ട്. Stop! Leave this man alone. Who are you that dares to challenge us? For we are the Yamadutas. സോ അവിടെ വെച്ച് കേട്ട ശബ്ദം കേട്ടായിരുന്നോ? കേട്ടായിരുന്നു പ്രജി, കേട്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. നാരായണ എന്ന് വിളിച്ച ആ ഒരു ഭഗവാന്റെ നാമത്തിന്റെ മഹത്വത്തിന്റെ പേരില് അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് ചെയ്തത്. ശരീരം, ആ ആത്മാവിനെ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ വിഷ്ണുദൂതന്മാർ ചെന്ന് അത് സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഹിമാലയ താഴ്വരകളിൽ അല്ലെങ്കിൽ
ഹരിദ്വാറിൽ പോയി എത്രയോ വർഷങ്ങൾ, കുറച്ച് 1-2 വർഷങ്ങൾ കൂടെ താമസിച്ച് ഭഗവത് സേവനം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ കാണുന്ന കാഴ്ച. സോ ഇത് ഭഗവാന്റെ, അതാണ് അന്തകാലേ ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മറ്റൊരു മോക്ഷമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെന്താണ്? ഗജേന്ദ്ര മോക്ഷം. സോ ഇത് അജാമിലയുടെ മോക്ഷം, ഗജേന്ദ്ര മോക്ഷമാണ് നമ്മൾ കണ്ടത്. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु. उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु. मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निःश्रित जनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम्. मातः समस्त जगतां मधुकै. ഓ നമ്മള് മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഭഗവാന്റെ അടുത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത്. മുമ്പേ മോക്ഷം ലഭിച്ച ആ 2 ആത്മാക്കളും ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. സോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ കിട്ടുന്നത്? ഓൺ വാട്ട് ബേസിസ് ദ സോൾ ഈസ് അവാർഡഡ് ദ നെക്സ്റ്റ് ബോഡി ഓർ ടേക്കൺ ടു ദ സ്പിരിച്വൽ അബോർഡ്, അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യം യം വാപി സ്മരൺ ഭാവം ത്യജത്യന്തേ കലേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. അതാണ് ശ്ലോകം നമ്പർ 6 നമ്മൾ കാണുന്നത്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, വാട്ട് എവർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വൺ റിമെമ്പേഴ്സ് വെൻ ഹി ക്വിറ്റ്സ് ദ ബോഡി, ഓ സൺ ഓഫ് കുന്തി, ദാറ്റ് സ്റ്റേറ്റ് ഹി വിൽ അറ്റൈൻ വിതൗട്ട് ഫെയിൽ. വിവർത്തനം മലയാളത്തിൽ വായിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. സോ അവസാന സമയത്ത് നമ്മൾ എന്തിനെ ഓർത്തുകൊണ്ടാണ് മരിക്കുന്നത്, ആ ഭാവം അദ്ദേഹം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. വി അക്സെപ്റ്റ് വൺ ബോഡി ആഫ്റ്റർ ക്വിറ്റിംഗ് അനദർ ഡിപ്പെൻഡിങ് ഓൺ ഡിസയേഴ്സ് സ്റ്റോർഡ് ഇൻ അവർ മൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. സോ മരണസമയത്ത് ഒരു ക്ലാസ്സിൽ, എസ് ഗ്രേസ് ജഗത്സാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ അദ്ദേഹം ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, 40 വയസ്സിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആ ഒരു കാര്യമായിരിക്കണം നമ്മൾ മരണസമയത്തും ചിന്തിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് let us try to discuss or focus on the lotus feet of the Lord Sri Krishna. Always, എല്ലാ സമയവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മരണസമയത്തും അത് ഓർക്കാൻ നമുക്ക് സാധിക്കും. ഗുഡ് ഓർ ബാഡ് കർമ്മ ഇൻ അവർ അക്കൗണ്ട്. നമ്മൾ ജീവിതകാലം മുഴുവൻ ചെയ്തു പോയ കർമ്മങ്ങളുടെ, നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളുടെയും ഫലത്തിനനുസരിച്ചിട്ടും നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ആണുള്ളത് എന്നതിനെ ആശ്രയമായി, ഈ 2 കാര്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ എന്ത് ശരീരമാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നത്. നോക്കുക, മരണം ഏത് സമയത്തും ഏത് രീതിയിലും വരാം. കണ്ടോ, കഴിഞ്ഞോ, ആ വ്യക്തിയുടെ ജീവിതം കഴിഞ്ഞോ. സോ ഏത് സമയത്ത് ഇതാ ഇവിടെ നോക്കുക, ഇരുന്ന ഇരിപ്പിൽ ആൾ മരിച്ചുപോയി. ഇതാ ഇവിടെ ഈ കുട്ടി ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടി ഈ വ്യക്തി അവിടെ ഇരുന്നു, അങ്ങനെ മരിച്ചു വീണു. ഈ വ്യക്തി പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ മരിച്ചു പോവാം.
ഇവിടെ കൗണ്ടറിൽ നിൽക്കുമ്പോഴേ മരിക്കുന്നത്. ഓരോ വ്യക്തികൾ അവിടെ ആ ടയർ വന്ന് ഇടിച്ച് മരിക്കുന്നു. ഈ കാർ ഇടിച്ചു കൊണ്ട് ഈ കുട്ടി ഒരു ബൈക്ക് ആക്സിഡന്റ് ഇതാ കാണുന്നു, മരിച്ചു. ഇവരിതാ ഇവിടെ നോക്കുന്നു, എന്താ സംഭവിക്കുന്ന? കാർ ഇടിക്കുന്നു, ഇടിച്ചു. ആ രണ്ടുപേരിൽ ഒരാളെ കാർ ഇടിച്ചു മരിക്കുന്നു. സോ ഏത് സമയത്തും മരണം നമ്മളെ ഏത് രീതിയിലും നമ്മളെ വന്ന് നമ്മളെ വന്ന് എംബ്രേസ് ചെയ്യാം. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളവരും. സോ അപ്പോ വി ഷുഡ് ഓൾവേസ് ബി പ്രിപ്പയർഡ്. നമ്മളെപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ മറ്റേ ആരെങ്കിലും കുറ്റം പറയുന്നതായിട്ട് തോന്നുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? ആർട്ട് ഓഫ് ലീവിങ് ദ ബോഡിയാണ്, നോട്ട് ആർട്ട് ഓഫ് ലിവിങ് ദ ബോഡി. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. സോ ദർ ഇസ് ഓൺലി വൺ ട്രൂത്ത്. ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ, അത് മരണമാണ്. അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തയ്യാറായി ഇരിക്കുകയാണ് എപ്പോഴും വേണ്ടത്. സോ അപ്പം ആ സമയത്ത് നമുക്ക് ഭഗവാനെ കുറിച്ച് ഓർക്കണമെന്ന് വിചാരിച്ചാൽ ഓർക്കണമെന്നില്ല, ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അതിനാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത്. നമ്മൾ എന്താണ് ഒരു വ്യക്തി ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ചിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹി വിൽ ബിക്കം എ ഡോഗ്. ആ വ്യക്തി ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പട്ടിയായി മാറും, നായായിട്ട് ജനിക്കേണ്ടി വരും. ഒരു ലേസിയാണ്, ഒരു കാര്യവും ചെയ്യാൻ തത്പരനല്ല ആള്. ഇതറിയാമോ ഈ ഒരു ജീവിയെ? ഈ ജീവി പോളാർ റീജിയനിൽ ജീവിക്കുന്നതാണ്. ഇത് 6 മാസം കിടന്ന് ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കുക, നിരങ്ങി നീങ്ങാൻ വയ്യ അതിന് അത്രയ്ക്ക് ഇതായിട്ടാണ്. ഒരു എൻവിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അസൂയാലുവായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആൾ അടുത്ത ജന്മം പാമ്പ് ആയിട്ട് ജനിക്കേണ്ടി വരും. തൻ്റെ ശരീരത്തെ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ജന്മം വസ്ത്രം ധരിക്കാത്ത വൃക്ഷമായിട്ട് നമ്മൾ മാറും. മത്സ്യമാംസാദികൾ കഴിക്കാനുള്ള താല്പര്യമാണ് ഒരു വ്യക്തി കൂടുതൽ കാണിക്കുന്നതെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും അടുത്ത ജന്മം ഒരു മത്സ്യമാംസാദികൾ കഴിക്കാനുള്ള അവസരമുള്ള ഒരു ജന്മമായിട്ട് ലഭിക്കാം. നോക്കുക, വി ആർ ആക്ച്വലി ഹാഫ് ആനിമൽ. ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളൊരു പകുതി മൃഗം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതേസമയം ഭഗവാനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത് എങ്കിലോ, അതായത് ഇത് കാണിക്കുന്നത് മാർക്കണ്ഡേയ ഋഷി, ഭരത റിമെമ്പേർഡ് എ ഡിയർ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ആൻഡ് ബിക്കം എ ഡിയർ. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ അതേ ശ്ലോകത്തിന്റെ കാര്യം തന്നെയാണ്. ഭരത മഹാരാജാവ് ഭഗവാനെ എല്ലാം ത്യജിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്ന് ഒരു മാനിനെ കണ്ട് ആ മാനിന്റെ പിടിയിൽ മാനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അതിന്റെ പിടിയിലായി. പക്ഷെ അതേസമയം ഇത് കാണുന്നു, ഈ മാർക്കണ്ഡേയ ഋഷി ഭഗവാനെ ദൂരെ വെള്ളം മുഴുവൻ, പ്രളയം മുഴുവൻ മൂടി നിൽക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ടു. ആ ഒരു ചെറിയ പ്രകാശ രൂപം കണ്ടപ്പോൾ അതിനടുത്ത് പോയപ്പോൾ കണ്ടതാണ് എന്താണ്? ഈ ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകം. ആർക്ക് പറയാം ഈ ശ്ലോകം ഏതാണെന്ന്? ആർക്കെങ്കിലും അറിയാമോ ഈ ഒരു ശ്ലോകം ഏതാണെന്ന്? പദാരവിന്ദേന മുഖാരവിന്ദേന വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്നാണ് മാർക്കണ്ഡേയ ഋഷി പാടിയത്. സോ ഹിയറിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓൺലി ദെൻ വിൽ ഇറ്റ് ബി പോസിബിൾ ടു റിമെമ്പർ ദ ലോർഡ് കോൺസ്റ്റന്റ്ലി. നമ്മളിപ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് പറയുന്നത്, ഹിയറിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എനിക്കിതിൽ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുണ്ട്. എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്? കലിയുഗത്തിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഭഗവത് നാമ ജപമാണ്. കലിയുഗത്തില് ഓരോ യുഗത്തില് ഓരോ ധർമ്മം നൽകിയിട്ടുണ്ട്. സോ അതിൽ കലിയുഗത്തിൽ നൽകിയിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് ഭഗവത് നാമ ജപമാണ്. സോ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും, ഇതിൽ ഇരിക്കുന്ന കുറെ ആൾക്കാർ തിരുനാമം ജപിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ തിരുനാമം ജപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് എത്രയും പെട്ടെന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ തന്നെ, ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഇന്ന് ഏകാദശി ദിവസമാണ്. സോ ഇന്ന് കിടക്കുന്നതിന് മുൻപ്
ജപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാന്റെ തിരുനാമം, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ തിരുനാമം ഒരു റൗണ്ട്, അതായത് 108 പ്രാവശ്യം ജപിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഇന്ന് ഏകാദശി ദിവസം കൂടെ ആയതുകൊണ്ട് ഞാനതൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഇതുപോലെ തിരുനാമം ജപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അത് ഒരിക്കലും തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. ജപിക്കാത്ത ആരെങ്കിലും ഉള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ജപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ജപിക്കുന്നില്ല, ഞാൻ ജപം തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു നാണക്കേടും വിചാരിക്കേണ്ട. കാരണം ഞങ്ങളൊക്കെ ഒരു കാലത്ത് ജപിക്കാത്തവരായിരുന്നു. ആരെങ്കിലും ഉണ്ടോ ഭഗവാന്റെ തിരുനാമം ജപിക്കാത്ത ആരെങ്കിലും? ഞാൻ കുറച്ച് നാളായിട്ട് ജപിക്കുന്നില്ല. എനിക്ക് കൈ ഉയർത്താൻ അറിയത്തില്ല. കുറച്ച് നാളായിട്ട് ഞാൻ ജപിക്കുന്നില്ല. നേരത്തെയൊക്കെ മാതാജിയോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. മാതാജി നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. മാതാജിയുടെ സിറ്റുവേഷൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. വേറെ ആരെങ്കിലും ഉണ്ടോ തിരുനാമം ജപിക്കാത്ത ആരെങ്കിലും? ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാ ദിവസവും ജപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ജപിക്കുന്നവരാണോ? ഹരേ കൃഷ്ണ. എനിക്ക് കുറെ ആൾക്കാരെ അറിയാം, പക്ഷെ കുറെ ആൾക്കാരെ അറിയത്തില്ല. അഞ്ജന വി എന്ന് പറയുന്ന വ്യക്തി മാതാജി എല്ലാ ദിവസവും നാമം ജപിക്കുന്നുണ്ടോ? അഞ്ജന വി. ഉണ്ട് മാതാജി. അല്ലെ, ഉണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, താങ്ക് യു. അജിത കുഞ്ഞുമോൻ മാതാജി. ഹരേ കൃഷ്ണ. അജിത മാതാജി. ഹരേ കൃഷ്ണ. സിനി മാതാജി ജപിക്കുന്നുണ്ടോ എല്ലാ ദിവസവും? ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട് അവിടെ. ഞങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന ക്ലാസ്സിൽ. വെരി ഗുഡ്, ഓക്കെ. പുഷ്പ മാതാജി ജപിക്കുന്നുണ്ടോ എല്ലാ ദിവസവും? സ്വാമിജി. ഓക്കെ, വെരി ഗുഡ്, വളരെ സന്തോഷം. വേറെ ആരാണ്? സേതു മാധവൻ എന്ന് പറയുന്ന കണക്ഷൻ ഉള്ളത് ആരാണ്? ജപിക്കുന്നുണ്ട് പ്രഭു. ജപിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സുമി എന്ന് പറയുന്ന മാതാജി? പ്രഭു ജപിക്കുന്നുണ്ട്. വെരി ഗുഡ്. ദിവ്യ ജയേഷ്? ഹരേ കൃഷ്ണ. ജപിക്കണ്ടോ എന്ന് പറഞ്ഞിട്ടെ. ജപിക്കുന്നുണ്ട് പ്രഭു. വെരി ഗുഡ്, വെരി ഗുഡ്. സുമിത്ര വിനോദ്? ഹരേ കൃഷ്ണ പ്രഭു. ജപിക്കാറുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ലതിക മാതാജി? ലതിക മാതാജി ജപിക്കാറുണ്ടോ? ധാരാളം പേരുണ്ട്. എല്ലാവരും ജപിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്, വളരെ നല്ല ഒരു കാര്യമാണ്. ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അതാണ് ഇവിടെ നമ്മൾ കണ്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇവിടെ പറയുന്നത്. ഇത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. സോ അതാണ് കേൾക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, പക്ഷെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓൺലി ദെൻ വിൽ ഇറ്റ് ബി പോസിബിൾ ടു റിമെമ്പർ ദ ലോർഡ് കോൺസ്റ്റന്റ്ലി. എല്ലായ്പ്പോഴും ഭഗവാനെ ഓർക്കണമെങ്കിൽ നമ്മളത് ഓർക്കുക തന്നെ. ഭഗവാന്റെ നാമം ജപം നല്ല പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യണം. ഇഫ് വൺ ഈസ് ട്രാൻസിഡന്റലി അബ്സോർബ്ഡ് ഇൻ കൃഷ്ണാസ് സർവീസ്, then his next body will be transcendental, not material. Therefore, the chanting of Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare is the best process for successfully changing one's state of being at the end of one's life. ഇതാണ് ഞാൻ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ കാരണം. അത് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭഗവാൻ പറയുന്നത് റിമെമ്പറിങ് കൃഷ്ണ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Thinking of Krishna always, tasma sarveshu kaleshu mam anusmara yudhyaja mayyarpida mano buddhir mam e vaishyasi asha samshayah. എന്താണ് പറയുന്നത്? അതിനാൽ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക.
അതോടൊപ്പം തൻ്റെ നിയത കർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. അതാണ് ഭഗവാനോട് അർജുനോട് പറയുന്ന മാം അനുസ്മര യുദ്ധ, നീ യുദ്ധം ചെയ്തുകൊള്ളൂ, പക്ഷെ നീ എന്നെ ഓർത്തുകൊണ്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി, നമ്മുടെ വീട്ടില് കിച്ചണിൽ ഇരുന്നിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്യുകയും വെള്ളരിക്കയും വഴുതനങ്ങയും കുമ്പളങ്ങയും ഒക്കെ കട്ട് ചെയ്യുകയാണ്. ആ സമയം നമുക്ക് ഭഗവാനെ ഓർത്തുകൊണ്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി പുണ്യം, അതിനുള്ള ഫലം നമുക്ക് വേറെയാണ് ലഭിക്കുന്നതെന്ന് നമ്മൾ അറിയുക. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അഭ്യാസയോഗയുക്തേന ചേതസ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. എന്നെ പരമദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും. ഭഗവാനെ ഓർക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രഹ്ലാദ് മഹാരാജാവ് പറഞ്ഞ 9 തരത്തിലുള്ള നവവിധ ഭക്തിയില് ശ്രവണം, കീർത്തനം, സ്മരണം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞ ആരുടെയോ അൺമ്യൂട്ടാണ്, ദയവായിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആരുടെയാണ് അൺമ്യൂട്ട് ആയിട്ടിരിക്കുന്നത്? കുറച്ച് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. സോറി ടു സേ ദാറ്റ്. ഞാൻ മ്യൂട്ട് ചെയ്ത് മതി. ഓക്കെ, താങ്ക് യു. ഭഗവാനെ അങ്ങനെ സ്മരിക്കുന്നത് കൊണ്ടാണ്, സ്മരിക്കുന്നതിനുള്ള മഹത്വമാണ് പറഞ്ഞത്. അപ്പം ആ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്ന് പറയുന്നതിൽ മൂന്നാമത്തേതായ സ്മരണം പ്രഹ്ലാദ് മഹാരാജാവ് സ്വയം തൻ്റെ ജീവിതത്തിൽ കാണിച്ച് തരികയാണ് ചെയ്തത്. അതുകൊണ്ട് അഭ്യാസയോഗയുക്തേന ചേതസ നാന്യം ഗാമിനാഹ, എന്നെ പരമദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും. ഭഗവാൻ എടുത്തു പോകുന്നതിനുള്ള മാർഗങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് എന്താണോ നമ്മളുടെ നൽകിയിരിക്കുന്ന കർത്തവ്യം, ആ കർത്തവ്യം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക വേണം. എന്ത് ചെയ്താലും, നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, കിച്ചണിൽ ജോലി ചെയ്യുന്നു, മുറ്റമടിക്കുന്നു, തീർച്ചയായിട്ടും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയോ, എന്ത് തരത്തിലുള്ള കർത്തവ്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്നത് എൻഡ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അന്ത്യസമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലായി. അറ്റൈനിങ് ദ സുപ്രീം 9 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ അറ്റൈനിങ് ദ സുപ്രീമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? കവിം പുരാണമനുശാസിധാരണം അണോരണീയാം സമനുസ്മരേദ്യത് സർവസ്യ ധാരാമചിന്യരൂപം ആദിത്യവർണം തമസപരസ്ഥാത്. സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിൻ്റെയും പരിപാലകനും ഭൗതികാനുമാനങ്ങൾക്ക് അതീതനും അചിന്യരൂപനും ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ദിവ്യവും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ ആവേശ്യ സമ്യക് സദം പരം പുരുഷം ഉപൈതി ദിവ്യം. മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിര മനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കും. ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള പല പല മാർഗങ്ങൾ പറയുകയാണ്. അർജുന ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ മെത്തേഡ് ഓഫ് ഫിക്സിംഗ് ദ പ്രാണ ഇൻ ദ ആജ്ഞാ ചക്ര as a part of Sat Chakra yoga practice. So Krishna will now explain the process of performing it and the goal achieved by it. നീ എന്താണ് ഇവിടെ പറയുന്നത്? യോഗ ബലേന പ്രയാണകാലേ
മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചെയ്യുക. സോ അതെന്താണ് എന്ന് ഭഗവാൻ ഇവിടെ 11ാമത്തെ ശ്ലോകത്തിലും പറയുകയാണ് ചെയ്യുന്നത്. ഇതെന്തൊക്കെയാണ് വേണ്ടത്? റിക്വയർമെന്റ്സ് ഓഫ് ഷഡ്ചക്ര യോഗ. അക്ഷരം, വേദവിദോ വദന്തി, വീതരാഗ, ബ്രഹ്മചര്യം. ഈ 4 കാര്യങ്ങളാണ് യോഗയിൽ ആവശ്യമുള്ളത്. ഷഡ്ചക്ര യോഗ. ഷഡ്ചക്ര യോഗ എന്നെന്താണ്? താഴെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മൂലാധാര, കുണ്ടലിനി, സ്വധിഷ്ഠാന, നാഭീചക്ര, അനഹത, വിശുദ്ധി ചക്ര, ആജ്ഞാചക്ര, സഹസ്രചക്ര. ഈ മൂലചക്രത്തിൽ നിന്ന് കുണ്ടലിനിയെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ സഹസ്രചക്രത്തിൽ എത്തിക്കുന്ന അതുവരെയുള്ള ഒരു പ്രയത്നമാണ്. ഇതിന് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഭഗവാൻ പറയുന്നു, വേദ പഠനം ചെയ്തവരും ഓംകാരം ഉരുവിടുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദം പോകുന്നുവോ അത് പരിപൂർണതയെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയയെ ഇനി ഞാൻ വിവരിച്ചു തരാം. സോ ഇതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ അവിടെ പറയാൻ പോകുന്നത്. ഇനിയും എന്താണ് റിസൾട്ട്സ് ഓഫ് ഷഡ്ചക്രയോഗ. വിശന്തി തേ പദം സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂർധ്യാധായ ആത്മനാ പ്രാണാം ആസ്ഥിതോ യോഗധാരണാം. ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥ അടയ്ക്കുകയാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. പ്രോസസ് ഓഫ് ഷഡ്ചക്രയോഗ 13ാമത്തെ ശ്ലോകത്തിൽ എന്താണ് അതിന്റെ ഡെസ്റ്റിനേഷൻ? ഇത് ചെയ്യുന്നത് കൊണ്ട്, ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് പറയുന്നു. സയാതി പരമാം ഗതിം. ഇവിടെ എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് എങ്കിലാണ് പരമമായ ഗതി നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. സോ 12ാമത്തെ ശ്ലോകത്തിൽ അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇന്ദ്രിയങ്ങളുടെ കഥ കടച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രായവാണുവിൽ മൂർധാവിനെ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. സോ ഇതുകൊണ്ട് നമ്മൾ നേടുന്നത് എന്താണ്? ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. യ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചത് കേൾക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഒരു യോഗസ്ഥനായ ഒരാള് ഇപ്പൊ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, എന്താണ് അക്ഷരം, എന്താണ് ഓം എന്ന് പറഞ്ഞ അക്ഷരം, വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് രാഗദ്വേഷങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ബ്രഹ്മചര്യവും സ്ട്രിക്റ്റായിട്ട് പാലിച്ചുകൊണ്ട് ഈ നാഭിയെ ഇതിൽ നിന്ന് കുണ്ടലിനിയെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രചക്ര വരെ ഉയർത്തിക്കൊണ്ട് വന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഭഗവാൻ പറയുന്നതാണ് ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധ അക്ഷരം സംയോഗം ഉച്ചരിച്ചുകൊണ്ടും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മിക ലോകങ്ങളിലെത്തും, സംശയമില്ല. അങ്ങനെയെങ്കിൽ ഇതേ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അന്തകാലേ ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യപ്രയാതി സമദ്ഭാവം യാതിനാസ്ത്രസ്യ സംശയ എന്ന് പറയുമ്പോൾ ഏതാണ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കഠിനമായ പ്രയത്നങ്ങൾ ചെയ്താലും ഭഗവാനെ സ്മരിച്ചെങ്കിൽ മാത്രമേ പരമപദപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഭഗവാന്റെ തിരുനാമം ജപിച്ച് വളരെ സ്പഷ്ടമായിട്ട് ഈ അന്തകാലേ ച മാമേവ എന്ന് പറയുന്നത് ചെയ്യുന്നതാണോ എളുപ്പം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 5ാമത്തെ ശ്ലോകം ഞാൻ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് പുതുതായിട്ട് വന്നവർക്കാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് ടു ദ ന്യൂ കമേഴ്സ്. ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല, സാരമില്ല. ഓക്കെ, ആരെങ്കിലും പറയാമോ? എന്താണ് പുതുതായിട്ട് വന്ന ആരെങ്കിലും ഒരാൾ പറയുമോ? എന്താണ് ഇതുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇത് രണ്ടിൽ ഏതാണ് ഉത്തമമായിട്ടുള്ളത്, അല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യം? ഹരേ കൃഷ്ണ. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാമം ജപിച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, യെസ്, ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് നാമം ജപിച്ച്
അവസാന സമയത്ത് ഭഗവാനെ ഓർക്കുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പമാർഗം, അല്ലേ? അതാണ് ഭക്തിയോഗത്തിന്റെ പ്രാധാന്യം. അതാണ് ഇവിടെ ഭക്തിയോഗം എന്ന് പറയുന്ന ഈ ഭഗവത്ഗീതയിൽ പറയുന്ന ഈ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളുടെ പ്രാധാന്യം അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ഈസി ആയിട്ടുള്ള മാർഗം നമുക്ക് പാലിക്കാം. ഇത്രയും കഷ്ടപ്പാടൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഈ പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇനിയും എന്താണ്, അതാണ് ഈ ഒരു സ്ഥലത്ത് പറയുന്നത്. സോ അറ്റൈനിങ് കൃഷ്ണ ഈസ് ഈസി ബൈ കേവല ഭക്തി. വളരെ ഈസി ആയിട്ട് ലളിതമായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അനന്യചേത സതതം, അനന്യചേത സതതം യോമാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. സോ ഭഗവാൻ അടുത്ത തലത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. വളരെ ലളിതമായ രീതിയിൽ ഭഗവാനെ, പക്ഷെ അത് ഒരു ഇതില് ഈ ഒരു ശ്ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എഗെയിൻ പുതുതായിട്ട് വന്നവർക്ക് ഫസ്റ്റ് ചാൻസ്. മീൻസ് റെഗുലറായിട്ട് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ലാത്തവർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിനുള്ള ഒരു പ്രാധാന്യം, ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ. അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. ഞാനിവിടെ ഇവിടെ നിങ്ങൾക്ക് ഈ സുലഭ എന്ന വാക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ട, ഇതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പദം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ദയവായിട്ട് ഒന്ന് ശ്രമിച്ചാട്ടെ. ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു പദം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? പ്രഭു, അനന്യചേതാ സതതം. അനന്യചേതാ സതതം എന്താണ് അതിന്റെ അർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നത് ഒന്ന് പറയൂ. എന്താണ് ഈ അനന്യചേതാ സതതം എന്ന് പറയുന്നത്? മനസ്സ് മറ്റൊന്നിലും പ്രവേശിക്കാതെ എല്ലാ ദിവസവും എപ്പോഴും. വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ സതതം എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും. വെരി ഗുഡ്. നല്ല ഒരു വാക്കാണ് മാതാജി പറഞ്ഞു തന്നത്. അത് വളരെ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്തിരിക്കുന്നു. വളരെ സന്തോഷം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അതാണ് അനന്യചേതാഹ എന്ന് പറഞ്ഞാൽ. അനന്യചേതാഹ എന്ന് പറഞ്ഞാൽ മറ്റ് യാതൊരു ചിന്തയും ഇല്ലാതെ, മറ്റ് യാതൊരു ചിന്തയും ഇല്ലാതെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭഗവാനെ മാത്രം സ്മരിക്കുന്ന, അതായത് ഇറ്റ് സീംസ് കൃഷ്ണ ഈസ് വെരി പൊസസീവ്, ഭയങ്കര ഭഗവാനെല്ലാം എൻ്റേത് മാത്രം. അതായത് നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ആള് മറ്റൊരാളോട് കൂടുതൽ സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരാളോട് നമ്മളോട് ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളോട് ഇടപഴകുകയും മറ്റൊരാളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ഇഷ്ടപ്പെടില്ല. വെരി ഗുഡ്. യെസ്, സിനിമാതജി എന്താ പറഞ്ഞത്? ഇഷ്ടപ്പെടില്ല അല്ലേ? ഇഷ്ടപ്പെടില്ല പ്രഭു. ഇഷ്ടപ്പെടില്ല. വേറെ നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ലാന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നും. അത് പ്രശ്നമില്ലേ? ഇല്ല. അത് ചില അതീന്ദ്രിയമായ അവസ്ഥയിലുള്ളവരാണ്. ഓക്കെ, എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ മാതാജി കുറച്ച് കല്യാണം കഴിച്ച ആ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് വേറൊരാളോട് കൂടുതൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇഷ്ടപ്പെടുമായിരുന്നു. ഇപ്പൊ മാതാജി കുറച്ച് ഒരു വാനപ്രസ്ഥ സ്റ്റേജിലേക്ക് വന്നതുകൊണ്ടാണ് മാതാജിക്ക് ആ ഒരു തോന്നലുള്ളത് ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലുമോ? വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ അങ്ങനെ? ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഇപ്പം കുഴപ്പമില്ല. ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, വയസ്സായതിന്റെ സിംറ്റംസ് ഇതൊക്കെ. യെസ്, അഞ്ജന മാതാജി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
അതിന്റെ തന്നെയാണ് പ്രഭു. അഞ്ജന വി, ഹരേ കൃഷ്ണ. പണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇപ്പം ഒട്ടും പ്രശ്നമില്ല. ഇപ്പൊ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മക്കള് വെളിയിലായി, അപ്പൊ ഇപ്പൊ അവര് മിണ്ടിയില്ലേലും വിളിച്ചില്ലേലും ഒന്നും എനിക്കതൊന്നും തോന്നാറില്ല. വലിയ തോന്നില്ല, കാരണം ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ, എനിക്കിതിൽ തോന്നിയത് നിത്യം എന്നുള്ള വാക്കാണ് എനിക്ക് പറ്റാത്ത. സതതം, നിത്യം എന്നുള്ള വാക്കും സതതം എന്ന വാക്കും നമുക്ക് ഒരുമിച്ച് വായിക്കാം. രണ്ടുപേരും ഒരുപോലെയാണ്. സതതം നിത്യം എന്നുള്ളതാണ് എനിക്ക് എന്റെ തിരക്കുള്ള ജീവിതത്തിൽ നടക്കാത്ത രണ്ട് കാര്യം. അതുകൊണ്ട് അത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. വളരെ കറക്റ്റ്. യെസ്, സുമിത്ര മാതാജി. പ്രഭു, ഞാൻ ഹസ്ബൻഡാണ്, വിനോദ് കുമാർ. ഓ, ആരാണ്? അഖിൽ പ്രഭു? സുമിത്രയുടെ ഹസ്ബൻഡാണ്. ഓ, രാഖിൽ പ്രഭു. സുമിത്ര, അഖിൽ പ്രഭു പറയട്ടെ. വിനോദ് കുമാർ, സോറി. വിനോദ് കുമാറാണ് പേര്. ഓക്കെ, വിനോദ് കുമാർ, സോറി, പറഞ്ഞട്ടെ. പ്രഭു, നേരത്തെ ചോദിച്ചില്ലേ ഒരു കാര്യം, നമ്മുടേതാണെന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഇത് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ പ്രഭു, എനിക്ക് തോന്നുന്നത് നമ്മുടേതാണെന്ന് നമുക്ക് തോന്നുന്ന നിമിഷം മുതൽ അവര് മറ്റൊരാളോട് സംസാരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. ശരിക്കും ഒന്നുകൂടെ പറഞ്ഞിട്ട് പ്രഭു, ക്ലിയർ ആയില്ല. അതായത് ഭഗവാൻ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഭഗവാൻ എല്ലാവിടെയും ഉണ്ട്, എല്ലാവരുടെയാണ് എന്നൊരു തോന്നലുണ്ടാവും. കുറച്ച് മുമ്പ് വരെ എന്താ പറയാ, നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ശരിക്ക് ആ ഒരു ഇത് തോന്നണം. ശരിക്കും എന്താ പറയാ, പ്രഭു എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് സ്റ്റേറ്റ് ചെയ്യാനാണ് പ്രഭു ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടേതാണെന്ന് തോന്നുമ്പോൾ, ആ ഒരു നമുക്ക് മാത്രമാണ് തോന്നുമ്പോഴാണ് അവര് മറ്റൊരാളോട് സംസാരിക്കുമ്പോഴോ മറ്റോ നമുക്കൊരു വിഷമം തോന്നണം. ശരിക്കും കറക്റ്റ്, എക്സാക്ട്ലി. യെസ്, വെരി ഗുഡ്. പ്രഭു പറഞ്ഞ വളരെ പോയിന്റ്. എന്റെ പോയിന്റ് ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഐ എം കമ്മിങ് ടു ദാറ്റ് സെയിം പോയിന്റ്. ഓക്കെ, എനിക്കൊന്ന് സത്യരൂപ മാതാജി എന്തോ പറയാനായിട്ട് അൺമ്യൂട്ട് ചെയ്തിരുന്നു. മാതാജി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? ഹരേ കൃഷ്ണ പ്രഭു. ഉണ്ട് പ്രഭു, എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ഒരാളെ നല്ല രീതിയിൽ നമുക്ക് ഇത് വരുമ്പോ എനിക്ക് ചെറിയ വിഷമം ഉണ്ടാവാറുണ്ട്. അത് ഞാൻ പ്രഭുവിനോട് പറയാറേ ഉണ്ടല്ലോ. അതുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് ഞാൻ വാട്ട് ഐ വാണ്ടഡ് ടു സ്റ്റേറ്റ്, എനിക്കിതിവിടെ പ്രത്യേകിച്ച് എംഫസൈസ് ചെയ്യാൻ തോന്നുന്നത് പറഞ്ഞാൽ, നമ്മൾക്ക് ഇങ്ങനെ തോന്നുന്നത് പോലെ ഭഗവാനും അത് തോന്നുന്നുണ്ട്. കാരണം ഭഗവാന് നമ്മൾ എല്ലാവരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അനന്യചേതാ സതതം എന്ന് ഭഗവാൻ പറയാൻ കാരണം. ഹി ഡസൻ ലൈക്ക് വി ആർ ഗോയിങ് ടു സംബഡി എൽസ്. സിമ്പിൾ. നമ്മൾ മറ്റൊരാളുടെ അടുത്തെങ്കിലും, അതായത് ഒന്നുകൂടി ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒരു മോർ പ്രിസൈസ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ കുട്ടികൾ എന്തെങ്കിലും ആവശ്യത്തിന് മറ്റൊരാളുടെ അടുത്ത് പോയി ചോദിക്കുന്നത് എനിക്ക് സഹിക്കുമോ? ഒരു പിതാവെന്ന നിലയിൽ ആർക്കെങ്കിലും സഹിക്കുമോ? സഹിക്കില്ല. Then how Krishna can tolerate that? ഭഗവാൻ എങ്ങനെ അത് ടോളറേറ്റ് ചെയ്യും? He is our father. നമ്മുടെ സനാതനമായ പിതാവാണ് ഭഗവാൻ. നമ്മുടെ അഹം ബീജപ്രദപിതാഹ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഐ ആം ദ സീഡ് ഗിവിംഗ് ഫാദർ. അപ്പൊ ഭഗവാന്റെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുന്നതിന് പകരം മറ്റാരുടെയെങ്കിലും എടുത്തു പോയി നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഹൗ ഹി ക്യാൻ ടോളറേറ്റ്? അതാണ് പല ഭാഗങ്ങളിൽ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ അനന്യ എന്ന വാക്ക് കാണും. ശ്രദ്ധിച്ചു നോക്കുക. എവ്രിവെയർ കൃഷ്ണ യൂസസ് അനന്യ. ഇവിടെയും പറയുന്നു അനന്യചേത സതതം യോമാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ. ഐ എം ഈസിലി അവൈലബിൾ. ഞാൻ സുലഭമായിട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. ദർ ഇസ് നോ ഡിഫിക്കൽട്ടി. ഭഗവാനെ ലഭിക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ എന്താണ്? അനന്യചേതാഹ സതതം. എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് മറ്റ് യാതൊരു ചിന്തകളും ഇല്ലാതെ ഭഗവാനെ സ്മരിക്കുന്ന ഒരു വ്യക്തിക്ക് ഐ ആം ഈസിലി അവൈലബിൾ. ഏതാണ് ഭഗവാനോട് പറയാൻ ഉദ്ദേശിച്ചത്? വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. നോ റീബർത്ത് ഓർ പ്യുവർ ഡിവോട്ട് ഫോർ പ്യുവർ ഡിവോട്ടീസ്.
മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവാനന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗത. സോ ഈ പറഞ്ഞ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദുഃഖാലയം അശാശ്വതമാണ്. മാം ഉപേത്യ പുനർജന്മ, ഇത് എൻ്റെ അടുത്ത്, അതായത് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ, എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ ഒരുവന് പിന്നെ മാം ഉപേത്യ പുനർജന്മ, ഒരുവിനെ പുനർജന്മമില്ല, ദുഃഖാലയം അശാശ്വതമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് വരേണ്ടതായിട്ട് വരില്ല എന്ന് ഭഗവാനോട് പറയുകയാണ് ചെയ്തത്. ധ്രുവ മഹാരാജാവിനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോവുകയാണ്. ധ്രുവ മഹാരാജാവിനെ അമ്മയും കൊണ്ടുവന്നു. ധ്രുവ മഹാരാജാവ് ചോദിക്കും, എന്തായി ഭഗവാനെ, എന്നെ അങ്ങ് കൊണ്ടുപോവുകയാണല്ലോ, എൻ്റെ അമ്മയുടെ സ്ഥിതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ദാ നിന്റെ പുറകേതനുണ്ട് എന്ന് ധ്രുവ മഹാരാജാവിനോട് ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. സോ ധ്രുവ ഗോയിങ് ടു വൈകുണ്ഠ along with his mother. ആ ബ്രഹ്മഭുവനാർ ലോക പുനർ ആവർത്തിനോ അർജുന മാം ഉപേത്യാതു കൗന്ദയ പുനർജന്മ വിദ്യതേ. 16ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, എൻ്റെ അടുത്തേക്ക് വന്ന, അതായത് ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ള ഓരോന്നിനും മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എൻ്റെ പരമപദത്തിൽ എത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ലോർഡ്സ് അബോർഡ്. സോ ഇപ്പൊ ഈ പറഞ്ഞ ബ്രഹ്മദേവന്റെ ലോകം എന്ന് പറഞ്ഞു. ആ ബ്രഹ്മദേവന്റെ ലോകം എന്ന് പറയുന്നത് എത്ര കാലമാണെന്ന് അറിയാമോ? സോ നോക്കുക, കലിയുഗം എന്ന് പറയുന്നത് 4,32,000 വർഷം. ജസ്റ്റ് ഒരു ഈസി നമുക്കൊരു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദ്വാപരയുഗ എന്ന് പറയുന്നത് ദിസ് ഇൻറ്റു 2, ത്രേതായുഗ എന്ന് പറയുന്നത് ദിസ് ഇൻറ്റു 3, സത്യയുഗ എന്ന് പറയുന്നത് ദിസ് ഇൻറ്റു 3. സോ ഒരു മഹായുഗ അല്ലെങ്കിൽ ദിവ്യയുഗ അല്ലെങ്കിൽ യുഗ സൈക്കിൾ എന്ന് പറയുന്നത് സത്യയുഗ, ത്രേതായുഗ, ദ്വാപരയുഗ, കലിയുഗ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇൻറ്റു 10. ഒരു മന്വന്തര എന്ന് പറഞ്ഞാൽ 71 മഹായുഗങ്ങൾ, അതായത് 710 ഗുണം ഇത്. സോ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ എല്ലാം കൂടെ വരുന്ന ഈച്ച് മന്വന്തര ഈസ് preceded and followed by a sandhya kal, that means 4 into k. So ഇനിയും അവസാനം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞാൻ ഇതിനെ ഒന്ന് സംക്ഷിപ്തമായിട്ട് പെട്ടെന്ന് ഞാൻ പറയാം. പക്ഷെ അറ്റ് ദി എൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 311 ട്രില്യൺ ഹ്യൂമൻ ഇയേഴ്സ് ആണ് ബ്രഹ്മദേവന്റെ ഒരു ജന്മം എന്ന് പറയുന്നത്. 311 ട്രില്യൺ ഹ്യൂമൻ ഇയേഴ്സ്. അതായത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നോക്കിയാൽ എന്നോട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബ്രഹ്മദേവന്റെ ഒരു ദിവസം ഒരു പകൽ എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങളാണ്. 4 യുഗങ്ങളൂടെ ചേർന്നിട്ട്, അതായത് ഇവിടെ കണ്ട ഈ 4 യുഗങ്ങൾ കൂടെ, അതായത് പറയുകയാണെങ്കിൽ 10K, 432 ലക്ഷം, അതായത് 4,32,000 ഗുണം 10, അതാണ് അതേ ഗുണം 1000, അത് ആണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. അതുപോലെ ബ്രഹ്മദേവന് ഒരു രാത്രിയുണ്ട്, അതാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം, അതായത് 24 hours. അതുപോലെ ഒരു മാസം, ഒരു വർഷം, അതുപോലെ 100 വർഷം ബ്രഹ്മദേവൻ ജീവിച്ചിരിക്കുന്നു എന്നാണ്. അതായത് 311 ട്രില്യൺ ഹ്യൂമൻ ഇയേഴ്സ്, അതാണ് ഒരു ബ്രഹ്മദേവന്റെ ലൈഫ് സ്പാൻ. പക്ഷെ അവിടെയും ബ്രഹ്മദേവനും മരണമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പറഞ്ഞ് സ്ഥാപിക്കുന്നത് ഇവിടെ. സോ സഹസ്രയുഗ പര്യന്തം, അതാണ് ബ്രഹ്മദേവന്റേത്. അവ്യക്താത് വ്യക്തയ സർവ പ്രഭവന്ത്യ ഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവാവ്യ അക്തസഞ്ജയകേ. ബ്രഹ്മദിന ആരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തത്തിൽ തന്നെ വീണ്ടും ലയിക്കുന്നു. വീണ്ടും വീണ്ടും ബ്രഹ്മദിനാരംഭത്തോടെ സകല ഭൂതജാലങ്ങളും ഉളവാകുന്നു. നിശാഗമത്തിൽ അവയെല്ലാം നിസ്സഹായമായി നശിക്കുന്നു. സോ ഇതെല്ലാം ഇങ്ങനെ ഈ സൈക്കിളിൽ വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. മാനിഫെസ്റ്റിംഗ് ആൻഡ് അൺമാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ. സോ എറ്റേണൽ സ്പിരിച്വൽ അബോർഡ്, അതായത് ഭഗവാന്റെ ലോകം എന്ന് പറയുന്നത് പരസ്തസ്മാത്തുഭാവോന്യ വ്യക്തോ അവ്യക്താത് സനാതനഃ യ സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്കതീതമായി
സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതുപോലെ നിലനിൽക്കുന്നു. ഭഗവാന്റെ ധാമം എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും നശിക്കുന്നില്ല എന്നുള്ളതാണ്. വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യ സ്ഥാനം എന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമായ എൻ്റെ പരമധാമം, ഭഗവാന്റെ പരമധാമം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ധാമമാണ്. 22-ാമത്തെ ശ്ലോകത്തിൽ പുരുഷ സ പരം പാർത്ഥ ഭക്ത്യ ലഭ്യസ്ത്വ അനന്യയ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തദം. ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തരമായ ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വധാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം. അതാണ് ഭഗവാന്റെ സ്പെഷ്യാലിറ്റി. സോ വാട്ട് ഈസ് ഡിവോഷൻ? അതിനെക്കുറിച്ച് 23 മുതൽ 28 വരെ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നു. സോ ഭക്തി എന്ന് പറയുന്നത് 22-ാമത്തെ ശ്ലോകത്തിൽ ഓരോ സമയത്ത് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡെസ്റ്റിനേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ അവിടെ അതുകൊണ്ടാണ് ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. 24, 25, 26 പറയുന്നത് എന്താണ് പറയുന്നത്? പാത്ത് ഓഫ് ലൈറ്റ് അഗ്നിർ ജ്യോതി രഹിത ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണത്തിലോ ഇഹലോകം വെടിയുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെയുണ്ട്. പാത്ത് ഓഫ് ഡാർക്ക്നെസ് ധുമോ രാത്രി സ്ഥതാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമ സാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു. അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും. സോ ഈ ദക്ഷിണായ ദക്ഷിണായന സമയത്തോ രാത്രി കാലങ്ങളിലോ ഒക്കെ മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി, സോ ഐം നോട്ട് ഗോയിങ് ഇൻ ഡീപ്പ് ഇൻ ടു ദിസ്, നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട്. സോ പക്ഷേ ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത് സർവമിതം വിദിത്വ യോഗി പരം സ്ഥാനമുപേതി ചാദ്യം. സോ എന്താണ് പറയുന്നത്? ഭക്തിമാർഗം സ്വീകരിച്ചത് കൊണ്ട് വേദപഠനം, ജ്ഞാനചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയിൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിൽ എത്തുകയും ചെയ്യും. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. സോ ഞാൻ ഐ റെഡ് 28th verse. സോ 27th verse, നൈതേ ശ്രുതി പാർത്ഥ ജ്ഞാന ന്യോഗി മുഹ്യതി കശ്ചന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ഈ രണ്ട് വഴികളെ കുറിച്ച് അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന എല്ലായ്പ്പോഴും ഭക്തനിൽ ഉറച്ചു നിൽക്കുക. സോ ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ he doesn't have to worry about anything. ഉത്തരായണമോ ദക്ഷിണായനമോ പകലോ രാത്രിയോ അഗ്നിയോ സൂര്യനോ പകലോ നത്തിങ് ടു വറി ഫോർ എ ഡിവോട്ടി. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യ പ്രയാതി സമദ്ഭാവം യാതിനാസ്ത്രസ്യ സംശയ. സോ അങ്ങനെയുള്ള ഒരുവന് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാനെ ഓർക്കുക എന്നൊരൊറ്റ കാര്യം മാത്രം. അതാണ് ലാസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നത്. സോ ഇപ്പൊ 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ് ഈ രണ്ട് വഴികളെ കുറിച്ച്. അതായത് മുമ്പ് പറഞ്ഞ പകൽ സമയവും രാത്രി സമയവും അല്ലെങ്കിൽ ഉത്തരായണം ദക്ഷിണായനം, ഈ ഒരു കണ്ടീഷൻസ് പറഞ്ഞത് അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ അർജുന എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അർജുനനിൽ കൂടി ആ ഇൻസ്ട്രക്ഷൻ നമുക്കാണ് നൽകുന്നത്. ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ. സോ ഭക്തി എന്ന ഒരൊറ്റ മാർഗത്തിൽ നമ്മൾ നിശ്ചലമായിട്ട് അചഞ്ചലമായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ സതതം എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ പരം മറ്റ് ഭാഗ്യവും സൗഭാഗ്യവും മറ്റൊന്നുമില്ല. നമുക്ക് ഭക്തിയുടെ മാർഗത്തിൽ നമുക്ക് ഭഗവാന്റെ പരമപദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സോ ഇതാണ് നമുക്ക് ഈ 8ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഹരിഹി ഓം തത്സത്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ബിഫോർ വൈൻഡിങ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനി ക്വസ്റ്റ്യൻസ്?
നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും പോയിന്റുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രോഗ്രാം പ്രഭു, ഈ അറിവുകള് എനിക്കൊന്ന് ഒരു മനുഷ്യ മനസ്സിന് അല്ലെങ്കിൽ മനുഷ്യ മസ്തിഷ്കത്തിന് ചിന്തിക്കുന്നതിൽ അപ്പുറം തോന്നുന്നു ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ ശരിക്കും. പക്ഷെ അത് മോഡേൺ സയൻസിൽ കൂടെ ഉൾപ്പെടുത്തി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നന്നായി വിചാരിക്കണം. കാരണം ഈ കതിരിൽ വളം വയ്ക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കൊക്കെ കുറച്ച് ഏജ് ആകുമ്പോഴാണ് ശരിക്കും എനിക്ക് ഈ അറിവുകൾ കിട്ടുന്നത്. കാരണം അമ്പലത്തിൽ പോകുന്നു തൊഴുന്നു വരുന്നതല്ലാതെ അതിലൊരു വാക്ക് ഞാൻ കേട്ടപ്പോൾ 1866 ഭഗവത്ഗീത 1866 അതിലൊരു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതെ അതെ അതെ. പക്ഷെ അത് പല സ്ഥലത്തും കേട്ടു. അതെ, പിന്നീട് കറക്റ്റ്. പ്രഭു ചോദിച്ച പോയിന്റ് ഈസ് വെരി വെരി വാലിഡ്. ഇത് കതിരിൽ കൊണ്ട് വളം വെക്കുന്ന എന്ന ഒരു സിസ്റ്റം നമ്മളിൽ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ കുറെ പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസും കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഈ സൊസൈറ്റി അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ് വന്നത്. പക്ഷെ പ്രഭു ഈ പറഞ്ഞ കാര്യം അതും നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രേയറില് 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്, കൗമാരാചരേ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തത്തപ്യധ്രുവമർത്ഥിതം. അതായത് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് കൗമാര ആചരേ പ്രാജ്ഞ, അതായത് 5 വയസ്സിൽ എന്നാ പറയുന്നത്. അപ്പം പ്രഹ്ലാദ മഹാരാജാവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇന്ന് ഇപ്പൊ ഈ ഒരു സമയത്ത് ഭക്തി ഇതുപോലൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദ മഹാരാജ പറയുകയാണ്, കൗമാര ആചരേ പ്രാജ്ഞ, 5 വയസ്സിൽ ഇത് ആരംഭിക്കണം. കാരണം മനുഷ്യ ജന്മം എന്ന് പറയുന്നത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ദുർലഭമായിട്ടുള്ള കാര്യം ആയുള്ള ഈ ഒരു വസ്തു ആയതുകൊണ്ട് നമ്മൾ കൗമാരത്തിൽ തന്നെ നമ്മൾ പാലിച്ചു വരണം. പ്രഭു ഇപ്പൊ പറഞ്ഞ അതേ കാര്യം ഇത് കതിരിൽ കൊണ്ട് വളം വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ തുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ കുഞ്ഞുനാളിലെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അവസാന നിമിഷം വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ അതിനാണ് നമ്മൾ ഇതുപോലുള്ള ഉദ്യമങ്ങൾ നമ്മൾ ചെയ്യുന്നത്. കതിരിൽ ഇപ്പോ പ്രഭു പറഞ്ഞു, പ്രഭുവിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഊഹിക്കുകയാണ്. പ്രഭുവിന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ച കുട്ടികൾ ഉണ്ടാകുമ്പോൾ യു മേക്ക് ഷുവർ ദാറ്റ് യുവർ ചൈൽഡ് ഈസ് ഗ്രോൺ ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ പ്രഭു ഇപ്പോഴും കുട്ടികൾ ഏത് പ്രായമാണെന്ന് എനിക്കറിയില്ല, അവർക്ക് ആ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ആയിട്ടില്ലെങ്കിൽ അവർക്ക് അത് കൊടുക്കാൻ ശ്രമിക്കൂ. പക്ഷെ നമ്മൾ ശ്രമിക്കുമോ? ഇപ്പൊ ഈ ഇരിക്കുന്നതിൽ തന്നെ ഞാൻ 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയാൻ പറ്റും, ഒരൊറ്റ കുട്ടി മാതാപിതാക്കളുടെ കുട്ടികൾ ഇതിനകത്ത് കണക്ട് ആയിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കഷ്ടിച്ച് ഒരു മാല ജപിക്കുകയോ 2 മാല ജപിച്ചിട്ട് അല്ലെങ്കിൽ അമ്മ ചെയ്തോളൂ എന്നോട് പറയരുത് എന്ന് പറയുന്ന സിറ്റുവേഷനുള്ളവരായിരിക്കും ഈ ഗ്രൂപ്പിലിരിക്കുന്ന ഒരു 99% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എതിരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. സോ നമ്മളിത് പറയുന്നതല്ല, വി ഷുഡ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ഇറ്റ്. മനസ്സിലാവാതെ എന്താ പറയാൻ ആഗ്രഹിച്ചേ? പറഞ്ഞത് വളരെ ശരിയാണെന്ന്. യെസ്. സോ ദെൻ whom we are telling this? ആരോടാണ് നമ്മളിത് പറയുന്നത്? നമ്മളാണിത് പാലിച്ച് കാണിക്കേണ്ടത്. നമ്മളിത് പാലിച്ച് കാണിക്കണം. നമ്മൾ കുട്ടികളോട് സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാനായി നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത വായിക്കാൻ എന്തുകൊണ്ട് നിർബന്ധിക്കുന്നില്ല? വായിക്കട്ടെ അവരെ, നിർബന്ധിച്ച് വായിപ്പിക്കട്ടെ അവരെ. എൻ്റെ കുട്ടികളെ ഞാൻ രാവിലെ 5:30 ഞാൻ എഴുന്നേൽപ്പിക്കും. അവർ കരയും, അച്ഛാ ഹോളിഡേ അച്ഛാ, ഉറങ്ങട്ടെ അച്ഛാ. ഞാൻ പറഞ്ഞോ 5 എന്നുള്ളത് പക്ഷെ 5:45 ആകുമായിരിക്കും, കുഴപ്പമില്ല. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദേ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ചാന്റ്. എൻ്റെ കൺട്രോളിൽ ഉള്ളിടത്തോളം കാലം അവർ ചെയ്യട്ടെ, അതിനുശേഷം ബാക്കി ലെറ്റ് ദം ഡു ഇറ്റ്. പക്ഷെ നമ്മുടെ കൺട്രോൾ ഉള്ളപ്പോൾ നമ്മളത് ചെയ്യാൻ ശ്രമിക്കണം. അവരെ സ്നേഹത്തോടു കൂടി പഠിപ്പിക്കണം. നിർബന്ധിക്കുന്നത് വെച്ചാൽ സ്നേഹത്തോടു കൂടിയുള്ള നിർബന്ധമായിരിക്കണം. അവരെ എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ വെറുപ്പിക്കുന്ന രീതിയിലാവരുത്. നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ സാധിക്കണം. പ്രഭു പറഞ്ഞ വളരെ വളരെ എസെൻഷ്യൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രഭുവിന് സാധിച്ചില്ലെങ്കിൽ പ്രഭുവിന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം പ്രഭുവിന്. ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ പ്രഭു,
താങ്ക് യു സോ മച്ച് വിനോദ് പ്രഭു പോയിന്റ് പറഞ്ഞതിൽ. ഹരേ കൃഷ്ണ. പ്രഭു, മൂത്താള് 10th എക്സാം എഴുതിയിരിക്കാണ്, ചെറിയ ആള് അംഗൻവാടിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോ പ്രചോദനാവട്ടെ ക്ലാസ്സുകൾ കേൾക്കുന്നത്. ഡെഫിനറ്റ്ലി പ്രഭു. അവരെ കൂടെ കേൾപ്പിക്കും ക്ലാസ്സിൽ, അവരെ കൂടെ ക്ലാസ്സുകൾ കേൾപ്പിക്കും. കേൾക്കണ്ട പ്രഭു, കേൾക്കണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് കേട്ട് അവർ പഠിക്കണം, അവർക്കും അത് മനസ്സിലാക്കണം എത്രമാത്രം. അതായത് ഈവൻ 10th കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ സെഷൻ തന്നെ എടുക്കാം. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ചില കാര്യങ്ങൾ, വേവ് ലെങ്ത് നമ്മൾ കാര്യങ്ങൾ കൊടുത്തെങ്കിലേ അവർക്ക് പിടിക്കത്തുള്ളൂ. കാരണം അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചും സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് കൺവിൻസ്. കാരണം നമ്മുടെ ശാസ്ത്രത്തിൽ ഒന്നുമില്ല ഈ ഭൂമിയിൽ പ്രൂവ് ചെയ്യാത്തായിട്ടുള്ള യാതൊന്നുമില്ല. ഹരേ കൃഷ്ണ. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ, എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എനി ഡിസ്കഷൻ പോയിന്റ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നാരായണ മന്ത്രം തന്നെയല്ലേ ഹരേ കൃഷ്ണ മന്ത്രം? വെരി ഗുഡ്, നല്ലൊരു പോയിന്റ് ആണ് മാതാജി പറഞ്ഞത്. മാതാജി ഓരോ യുഗങ്ങളിലേക്ക് ഓരോ മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഓരോ യുഗങ്ങളിലേക്ക്. ഇപ്പം പ്രഹ്ലാദ മഹാരാജാവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് നാരദമുനി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ധ്രുവ മഹാരാജാവിന് നാരദമുനി പറഞ്ഞു കൊടുത്ത മന്ത്രം ഓം നമോ നാരായണായ എന്നാണ്. അപ്പൊ അങ്ങനെ ഓരോ യുഗങ്ങളിലേക്ക് ഓരോ മന്ത്രങ്ങളുണ്ട്. നമ്മുടെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിന് വളരെ സ്പഷ്ടമായിട്ട് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. കലിസന്ധാരണ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. ആ കലിസന്ധാരണ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തില് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അത് ഞാൻ പറയുന്നതിന് മുൻപ് മറ്റ് നമ്മുടെ പല ഗ്രന്ഥങ്ങളെന്നല്ല ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ഭഗവാന്റെ നാമജപമാണ് കലിയുഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിർ അന്യഥ. ഹരിനാമമല്ലാതെ 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 മറ്റ് യാതൊരു മാർഗവുമില്ല, യാതൊരു മാർഗവുമില്ല, യാതൊരു മാർഗവുമില്ല കലിയുഗത്തിലെ കൽമഷങ്ങളെ മാറ്റുന്നതിന്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു, കലേർദോഷ നിധേ രാജൻ അസ്തി ഹേകോ മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരമർജിത്. കലിയുഗത്തിന്റെ കൽമഷങ്ങളെ മാറ്റാനായിട്ട് ഉതകുന്ന കലിയുടെ കൽമഷങ്ങൾ, കലി എന്ന് പറയുന്നത് ദോഷങ്ങളുടെ രാജാവാണ്. ക്ഷമിക്കുക, അതിനർത്ഥം ഇങ്ങനെയാണ്. കലിയുഗം എന്ന് പറയുന്നത് ദോഷങ്ങളുടെ രാജാവാണ്. അതിനൊറ്റ ഗുണമേ ഉള്ളൂ, അത് മഹാഗുണ. എന്താണ് മഹാഗുണം എന്ന് പറയുന്നത്? കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരമർജിത്. ഭഗവാൻ കൃഷ്ണന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം കലിയുഗത്തിൽ മുക്തി ലഭിക്കാൻ സാധിക്കും. ഇത് മറ്റൊരു ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം പറയും. ഇതുപോലെ അനേകം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. അപ്പോ ഭഗവാന്റെ നാമം ജപിക്കുക മാത്രമാണ് കലിയുഗത്തിലേക്കുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നുണ്ട്. 4 യുഗങ്ങളിൽ 4 ധർമ്മങ്ങളെ കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ 12ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. കൃതോയധ്യായത്തോ വിഷ്ണു ത്രേതായാം യജതോ മഖേ ദ്വാപരേ പരിചര്യായാം കലൗതത് ഹരികീർത്തനാത്. സത്യയുഗത്തിൽ തപസ്, ത്രേതായുഗത്തിൽ യജ്ഞം, ദ്വാപരയുഗത്തിൽ ക്ഷേത്രാരാധന, കലിയുഗത്തിൽ ഹരിനാമം. അപ്പൊ ഇത് പറയുമ്പോൾ പലർക്കും പല രീതിയിൽ എടുക്കാം അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. മാതാജി പറഞ്ഞതുപോലെ നാരായണ നാരായണ ജപിച്ചാൽ മതിയോ, ഓം നമോ നാരായണായ ജപിച്ചാൽ മതിയോ, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചാൽ മതിയോ, കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചാൽ മതിയോ? നോ. അതിനാണ് നമുക്ക് കലിസന്ധാരണ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് തന്നിരിക്കുന്നത്. ആ കലിസന്ധാരണ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ തന്നിരിക്കുന്ന മന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇതി ഷോഡശകനാംനാം കലി കൽമഷനാശനം നാപ്തപരതരോപയഃ സർവവേദേഷു ദൃശ്യതേ. ഈ നാമം, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊടുത്തിട്ട് പറയാണ് ഇതി ഷോഡശകനാംനാം, ഈ 16 നാമങ്ങൾ, ഷോഡശകം എന്ന് പറഞ്ഞാൽ 16, ഈ 16 നാമങ്ങൾ ഇതി ഷോഡശകനാംനാം കലി കൽമഷ നാശനം, കലിയുടെ കൽമഷത്തെ നശിപ്പിക്കാനായിട്ടുള്ളത്. നാദപരതരോപയഃ സർവവേദേഷു ദൃശ്യതേ. നിങ്ങൾ ശാസ്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങൾ, 4 വേദങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും വേദാന്ത സൂത്രങ്ങളും 2 ഇതിഹാസങ്ങളും എല്ലാം നിങ്ങൾ തിരഞ്ഞാലും നാദപരതരോപയഃ സർവവേദേഷു ദൃശ്യതേ. യു വിൽ നോട്ട് ബി ഏബിൾ ടു സീ എ ബെറ്റർ സൊല്യൂഷൻ ദാൻ ദിസ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായ ഒരു മാർഗം നിങ്ങൾക്ക് സർവ്വവേദങ്ങളിലും കാണാൻ സാധിക്കില്ല എന്നാണ്
കലിസന്ധാരണ ഉപനിഷത്തിൽ പറയുന്നത്. കലിസന്ധാരണ ഉപനിഷത്ത് പറഞ്ഞ കലിയുഗത്തിലേക്കുള്ള ജനങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഉപനിഷത്താണ്. അപ്പൊ കലിയുഗത്തിൽ നമ്മൾ ജപിക്കേണ്ട നാമം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മതജി പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദർ കനോട്ട് ബി എനി ഡിഫറൻസ്. ഭഗവാന്റെ നാമത്തില് ഒരു വ്യത്യാസവുമില്ല. നാരായണ എന്ന് പറഞ്ഞാലും വാസുദേവായ എന്ന് പറഞ്ഞാലും പിന്നെ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാലും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാലും കൃഷ്ണ എന്ന് പറഞ്ഞാലും ഗോവിന്ദ എന്ന് പറഞ്ഞാലും ഏത് നാമം ഭഗവാന്റെ പറഞ്ഞാലും നാംനാമകാരി ബഹുധാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഹ ഏതാദൃശി തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവമേ ദൃശമിഹ ജാനി നാനുരാഗ. There cannot be any difference. ഭഗവാന്റെ ശക്തി മുഴുവൻ ഭഗവാന്റെ നാമങ്ങളിൽ കൊടുത്തു വെച്ചിരിക്കുകയാണ്. പൂർണ്ണമായും ശക്തമായ എല്ലാ ശക്തിയും ഭഗവാന്റെ ശക്തി എല്ലാം ഭഗവാന്റെ നാമത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഭഗവാൻ ഈ കലിയുഗത്തിൽ. ഏത് നാമം ജപിച്ചാലും മതി. പക്ഷേ നമ്മൾ പാലിക്കേണ്ടത് നമ്മളുടെ ഈ യുഗത്തിലെ ധർമ്മമാണ്. ഈ യുഗത്തിലെ ധർമ്മം എന്ന് പറയുന്നത് കലിസന്ധാരണ ഉപനിഷത്തിൽ ചില വേദവ്യാസൻ എഴുതി വെച്ചിരിക്കുന്നത് ഈ മന്ത്രം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാന്റെ നാമത്തിന് ഒരു വ്യത്യാസവുമില്ല. പക്ഷെ നമ്മൾക്ക് ഈ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഫുൾ എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഭഗവാന്റെ നാമത്തിന്റെ വ്യത്യാസമല്ല, അത് നമ്മളുടെ കുഴപ്പമാണ്. ക്ലിയർ ആണോ മാതാജി? ക്ലിയർ ആയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, സമയം അതിക്രമിച്ചോ? ഇല്ല, ഒരു ചോദ്യം കൂടെ ഞാൻ എടുക്കാം. നോ പ്രോബ്ലം. പ്രഭുജി, ഇന്ന് ക്ലാസ്സിൽ നമ്മള് ഇതുണ്ട്, കുറച്ച് ബിസി ഒക്കെ ആയിരുന്നു വീട്ടിൽ. അപ്പൊ നമ്മള് അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. സോറി. നമ്മള് റിപ്പീറ്റ് കേട്ടോ. മുഖാരവിന്ദം പദാരവിന്ദം, അതിന്റെ ഒരു മീനിങ് പറഞ്ഞുതരാമോ? ഓക്കെ തീർച്ചയായിട്ടും. അത് നമ്മുടെ എന്താ പറയാ, മാർക്കണ്ഡേയ ഋഷിക്ക് ഒരു വരം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് മരണമില്ല എന്നുള്ള വരം മഹാദേവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. യുഗങ്ങളോളം ജീവിച്ചിരിക്കുക. അങ്ങനെ മഹാപ്രളയം വന്ന സമയത്ത് ജലം മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അങ്ങനെ ജലത്തിൽ അങ്ങനെ നീന്തി പോകുമ്പോൾ അത് ഭഗവാന്റെ ദർശനം കിട്ടുന്നത് ജഗന്നാഥ് പുരി ആ ഭാഗത്ത്, അവിടെ ഒരു മാർക്കണ്ഡേയ ക്ഷേത്രമുണ്ട്, ആ ഭാഗത്താണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ജലത്തിൽ ഇങ്ങനെ നീന്തി പോകുമ്പോൾ ദൂരെ ഒരു പ്രകാശം വരുന്നു. ഒരു ജലത്തിന്റെ മുകളിൽ ഒരു പ്രകാശം കാണുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ ആലില കൃഷ്ണനെയാണ്. ആ ആലില കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആലില കൃഷ്ണന്റെ എങ്ങനെയാണ് പോസ്ചർ? കാലിലെ വിരല് വായിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന ആ ഒരു പോസ്ചർ. ആ ശ്ലോകത്തിന്റെ അർത്ഥം അതാണ്, മറ്റൊന്നുമില്ല. പദാരവിന്ദേന മുഖാരവിന്ദം, അതായത് പാദത്തിനെ എടുത്ത് വായിൽ വെച്ചുകൊണ്ടിരിക്കുക. പദാരവിന്ദേന മുഖാരവിന്ദം, മുഖാരവിന്ദേന വിനിവേശയന്തം, അതിസുന്ദരമായ ആ മുഖത്തിന്റെ രൂപം കണ്ടുകൊണ്ട് വടസ്യ പത്രസ്യ പുടേശയാനം, വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആല് വൃക്ഷമാണ്. വടസ്യ പത്രസ്യ, അതായത് വടവൃക്ഷത്തിന്റെ ഇലയിൽ, അതായത് ആലിലയിൽ കിടക്കുന്ന ആ സുന്ദരമായ രൂപത്തിനെ ഞാൻ വണങ്ങുന്നു എന്നാണ്. പദാരവിന്ദേന മുഖാരവിന്ദം, മുഖാരവിന്ദേന വിനിവേശയന്തം, വടസ്യ പത്രസ്യ പുടേശയാനം, ബാലം മുകുന്ദം മനസാ സ്മരാമി. അങ്ങനെയുള്ള ആ ബാലഗോപാലൻ രൂപത്തെ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ക്ലിയർ ആണോ പ്രഭു? ക്ലിയർ ആണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഒരു 5 മിനിറ്റ്, 5 അല്ലെങ്കിൽ 5, 8, 10 മിനിറ്റോളം ഞാൻ കൂടുതൽ എടുത്തു. സോ എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും വന്ന് ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ